ട്രൂ ലെഗസി .in എന്ന് പറഞ്ഞ് www.truelegacy.in കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ ലീഗൽ എയർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മതം അനുസരിച്ചിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. നമുക്ക് എവിടെയും അങ്ങനെ കാണാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരാണ് എൻ്റെ ലീഗൽ എയർ. രാജമാണിക്യ സിനിമത്തിൽ മറ്റേ മണിമ്പിള്ള രാജനെ കാണുന്നില്ലേ, അദ്ദേഹമാണ് മറ്റേ ഈ വക്കീലായിട്ട് വരുന്നത്. ഇത് മൊത്തം ഇയാളുടെ പേരിലാണ് എഴുതി കൊടുത്തത്. അതുപോലെ ഒരു എക്സിക്യൂട്ടർ ഉണ്ടാവും. എക്സിക്യൂട്ടർ ഇല്ലെങ്കിൽ കോടതി ഒരു അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്യും. ആ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്യാൻ ലീഗൽ എയർ ആണ് പോകേണ്ടത്. മോട്ടിവേഷൻ ടോക്കേഴ്സ് ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഷിപ്പ് കത്തിക്കൂ എന്നിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഷിപ്പ് എന്തായാലും കത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ്സ് ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഓണർഷിപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിൽ ഇറ്റ്സ് എ സൊല്യൂഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് അതിൽ കണ്ടീഷൻ ഉണ്ട്, ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റ്. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് എന്നോട് അടിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ ഫ്ലോയിൽ പറയണം. ഓക്കെ, എന്നോട് പറയാം, സാറേ നമ്മൾ ഈ പറയുമല്ലോ ഈ എല്ലാവരും ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരില്ല, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോരാന്ന് വെറുതെ പറയണം സാറേ. പിള്ളേരുടെ ഉപ്പ പോകുമ്പോൾ വന്നിട്ട് പുള്ളി എല്ലാം കൊണ്ടുപോയി. നമസ്കാരം. നിഖിലിന് പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിഖിൽ, ആക്ച്വലി നമ്മൾ ലാസ്റ്റ് സെഷൻ നടത്തിയിരുന്നല്ലോ സക്സഷൻ പ്ലാനിങ്ങിനെ കുറിച്ച്, ട്രൂ ലെഗസിയുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം എനിക്കൊന്ന് 2-3 മാസമായി നമ്മളിപ്പോൾ കുറേ ഞാൻ ഫാമിലീസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പം ഈ വെൽത്ത് എന്നുള്ളത് അവർ ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ വെൽത്ത് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യം, വെൽത്ത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആൾക്കറിയില്ല. വെൽത്ത് പ്രൊട്ടക്ഷൻ, ഞാൻ ഈ സക്സഷൻ പ്ലാനിങ്ങിൻ്റെ റെലവൻസും ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഒരു ജനറൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഹിന്ദുസിന് വേറെ ചെയ്യാം, മുസ്ലിംസിന് വേറെ ചെയ്യാം, ക്രിസ്ത്യൻസിന് വേറെ ചെയ്യാം, ട്രസ്റ്റിനെ പറ്റി കുറേ സംസാരിക്കാം. പ്രൈവറ്റ് ട്രസ്റ്റ്, അത് കേരളത്തിൽ ആർക്കും അറിയില്ല. ട്രസ്റ്റ് എന്താണെന്ന് അറിയില്ല. പ്രൈവറ്റ് ട്രസ്റ്റ് നമ്മളെല്ലാവരും പേരും വില്ലേ ഉള്ളൂ. അതെ, അല്ല, ഇവൻ ഇപ്പം വില്ലെന്ന് ഇപ്പോൾ നമ്മൾ പലരും വീഡിയോ ചെയ്ത് അറിഞ്ഞു തുടങ്ങിയതാണ്. പണ്ട് നോമിനേഷൻ മാത്രം, അതെ, നോമിനേഷൻ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ ജനറൽ പെർസെപ്ഷൻ ഉണ്ട്. അപ്പം എനിക്ക് കുറേ ഈ ഒരു ഫോളോവേഴ്സ് ഉണ്ട്, ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ടാക്സും NRIs സ്പെസിഫിക് ആയിട്ട്. നിഖിലിന് കുറേ ഫോളോവേഴ്സ് ഉണ്ട് ആസ് എ വെൽത്ത് ചെയ്യുന്ന. അപ്പം നമ്മൾ രണ്ടുപേരും ഒന്ന് ഇത് വിഷയത്തെക്കുറിച്ച് ഒന്ന് ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറേ ഓഡിയൻസിന് അത് വലിയ യൂസ്ഫുൾ ആയിരിക്കും, അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നാണ് ഒരാൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ല, വെൽത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ പല വിധത്തിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ പണിയെടുത്തിട്ട്, ജോലി എടുത്തിട്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ട്. അവസാനം 2 പറഞ്ഞതാണ് തമാശ, അല്ലേ? ഇൻഹെറിറ്റൻസും ലോട്ടറി രണ്ടും ഒരിക്കലും അടിച്ചാൽ രണ്ടുപേരുടെ കയ്യിൽ ഉണ്ടാവില്ല, അല്ലേ? അത് വലിയ ബുദ്ധിമുട്ടാണ്. മറ്റേതൊക്കെ കഷ്ടപ്പെട്ട് കിട്ടിയത് അവിടെ നിൽക്കും. അവിടെ നിൽക്കുന്നതാണെങ്കിലും അത് നമുക്കത് ഉറപ്പിക്കാൻ വേണം. അതിലും നിങ്ങളുടെ എക്സ്പെർട്ടൈസ് വരും. കാരണം അത് നമുക്ക് ഉറപ്പിക്കണമല്ലോ, അത് നമുക്ക് തന്നെ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് തന്നെ കിട്ടും എന്നുള്ളത്. ഞാൻ എപ്പോഴും ഫണ്ണിയായിട്ട് പറയാറുണ്ട്, ഈ ലോട്ടറി അടിച്ച പൈസയും ഇൻഹെറിറ്റൻസ് അടിച്ച പൈസയും രണ്ടും നിൽക്കില്ല. കാരണം ലോട്ടറി അടിച്ച പൈസ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് കാരണം അതൊരു ലക്കാണല്ലോ. ഓക്കെ, ഗവൺമെൻറ് നമുക്ക് തന്നു, ടാക്സ് പിടിച്ചിട്ട് നമുക്ക് കിട്ടി, ഉറപ്പില്ലത് എൻ്റെ കയ്യിൽ തന്നെ ഇനിയും തിരിച്ചു വാങ്ങിക്കുമെന്ന് ഗവൺമെൻറ്. അല്ലേ? അതുകൊണ്ട് വേഗം ചിലവായിക്കളി ആൾക്കാർ. കാരണം നാളെ ചോദിച്ച് ഉണ്ടെങ്കിലല്ലേ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതുപോലെ ഇൻഹെറിറ്റൻസ് കിട്ടുന്ന പ്രോപ്പർട്ടികളും പലപ്പോഴും ഇപ്പം എനിക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് ആയിരിക്കും, എനിക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. പ്രോപ്പർട്ടി ഇവർ വിറ്റ് ക്യാഷ് ആക്കും, ഡെപ്പോസിറ്റ് ചിലപ്പം വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റും. ആ ഫോർമാറ്റിൽ നിന്ന് ആ അസറ്റ് ക്ലാസിഫൈ അപ്പം തന്നെ മാറ്റിക്കളയും. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്, അല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് ആൾക്കാർ തിരിച്ചു വാങ്ങിക്കളയുന്നു, അല്ലേ? അല്ല, അത് നമുക്ക് ഇതിൽ ഇൻഹെറിറ്റൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി ഓണർ തന്നെ, അല്ലെങ്കിൽ ബ്രെഡ് വിന്നർ തന്നെ ഒന്ന് മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നന്നായിട്ട് അടുത്ത ജനറേഷനെ നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വെൽത്ത് പ്ലാനിങ്ങിനൊക്കെ നമ്മളൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പേടിയെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പല സംശയങ്ങളാണ്. സംശയങ്ങളല്ല, അവർ പറഞ്ഞത് ചെയ്തത് ചിലപ്പോൾ തെറ്റായി എന്നുള്ളത്. ഇപ്പോൾ കാരണം വെച്ചാൽ ചിലപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട ബിസിനസ് ചെയ്ത്, അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് കിട്ടണ്ടെന്ന് വെച്ചിട്ട് അവർ ഈ കുട്ടികളെ നന്നായിട്ട് പുറത്തൊക്കെ വിട്ട് പഠിപ്പിച്ച്, അപ്പോൾ അവർ ചിലപ്പോൾ
പക്കാ കച്ചവടക്കാരായിരിക്കും. അപ്പോൾ ഈ കച്ചവടത്തിൽ വരാനായിട്ട് ഈ എഡ്യൂക്കേറ്റഡ് ആയ മകനോ മകൾക്കോ താല്പര്യം ഉണ്ടാവില്ല. അവർ അവിടെ സുഖമായിട്ട് വല്ല മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ സുഖമായിട്ട് ജീവിക്കും. ആൻഡ് ഒരു ചിലപ്പോൾ ഒരു കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ 5 ലക്ഷം രൂപയ്ക്കും, പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ 100 കോടി ഉണ്ടാവും. പക്ഷേ അവർക്ക് ആ കംഫർട്ട് വിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിപ്പം റീസെൻ്റ്ലി ഒരു ഫാമിലി വന്നായിരുന്നു. 3 ആമക്കളാണ്. അദ്ദേഹം എനിക്കൊന്ന് കൊച്ചിയിൽ മറ്റേ പുള്ളി പറഞ്ഞത് ഞാനിപ്പോഴും ഈ സാധനങ്ങൾ കടലാസിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് വലിയ ബിസിനസ് ചെയ്യുന്നുണ്ട്. പൊതിഞ്ഞു കൊടുക്കുന്നത് വലിയ ബിസിനസ് ചെയ്യുന്നുണ്ട് പുള്ളി. പക്ഷെ പറഞ്ഞ് പൊതിഞ്ഞു കൊടുക്കുന്നത് അല്ല, കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി. അതെ അതെ. അപ്പോൾ ഹോൾസെയിൽ സംഭവം വിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹം വളരെ സാറിന് ശേഷം ആരാണ് ഇത് പൊതിഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? കാരണം ഇദ്ദേഹം മക്കളെയൊക്കെ പഠിപ്പിച്ചത് വേറെ ഫീൽഡിലാണ്. അല്ല, മക്കൾ ചിലപ്പോൾ വലിയ ഹൈ ക്വാളിഫൈഡ് ആൾക്കാരൊക്കെ ആയിരിക്കും. ഈവൻ ഞാനിപ്പോൾ ഒരു ഫണ്ണി ആയിട്ടൊരു ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആൾ പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ മക്കളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്ത ആളുള്ള ഫ്രണ്ട്സൊക്കെ ഇതേമാതിരി ബിസിനസ് ഉള്ളവർ ചെയ്ത കാര്യം വെച്ചാൽ +2 കഴിഞ്ഞപ്പോഴേക്കും പഠിപ്പിക്കാണ്ട് നേരെ ബിസിനസ്സിൽ സഹായിക്കാൻ കൂട്ടി. അപ്പോൾ ഈ പിള്ളേർക്ക് ഈ ബിസിനസ്സേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബിസിനസ് മക്കൾ ആ 12ാം ക്ലാസ് തോറ്റ മക്കൾ അച്ഛനെ ഭയങ്കരമായിട്ട് സഹായിക്കും. അച്ഛൻ വിചാരിക്കണേക്കാൾ അപ്പുറത്തേക്ക് ആ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ ആൾ വിചാരിച്ചിരുന്നത് ഞാനാണ് സക്സസ്ഫുൾ മാൻ, കാരണം വെച്ചാൽ എൻ്റെ മക്കളെ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയും. പക്ഷേ ആ മക്കൾ എഡ്യൂക്കേറ്റഡ് ആയപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്പൗസ് വന്നു, പിന്നെ മക്കളെ എഡ്യൂക്കേറ്റഡായി. അവർക്ക് അവരിപ്പോൾ മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിനും മകനെ ആ നല്ല കമ്പനിയിൽ നിന്ന് കൊണ്ടുവരാനും താല്പര്യമില്ല, പേടി. കാരണം വെച്ചാൽ ഇയാൾ അത്രയും ഇത് കൊണ്ടുവന്ന് ഞാൻ മകനത് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അവർക്കും താല്പര്യമില്ല എടുക്കാൻ. ഇനി അടുത്ത വിഷയം പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ സംശയം വെച്ചാൽ ഇവിടെ ഇതിനൊരു ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്ത് റെൻറ്റ് വാങ്ങാനോ അതിനുള്ള സാമർത്ഥ്യം പോലും ഈ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളത്. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ സിറ്റുവേഷന് സൊല്യൂഷൻ ഉണ്ട് എന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. മക്കൾ ബിസിനസ്സിൽ വന്നില്ലെങ്കിലും ആ മക്കൾക്ക് ആ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതിനാ ഞാൻ എപ്പോഴും പറയും ഈ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് വഴി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ പേര് പറയുന്നില്ല, സെക്ടറും ചിലപ്പോൾ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സ്റ്റോറി ആയിട്ട് പറയുമ്പോൾ കാരണം നമ്മൾ കാണുന്ന മുഴുവനും ആൾക്കാരുടെ കഥകൾ. കഴിഞ്ഞൊരു 3-5 മാസമായിട്ട് ഞാൻ എന്താ പറയുക, ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റിനെക്കാട്ടും ഒരു ഫാമിലി കൗൺസിലറായി മാറി. അത് ഈ പരിപാടി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഫാമിലി കൗൺസിലർ. അത്രമാത്രം ഫാമിലിയുടെ കഥകൾ. പക്ഷെ പലതും നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. സോ ഇതൊക്കെ നമുക്ക് ഒരിക്കലും അതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ചിലപ്പോൾ ലക്കിയാണെന്ന്. അത് വെൽത്ത് ഉണ്ട്, ഫാമിലി ഉണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ ബോണ്ടിങ്. ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നു, ഇവർ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയും, ഫാദർ ഈസ് എ കൾപ്രിറ്റ്. അദ്ദേഹമായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇത് ചെയ്യില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അൺകംഫർട്ടബിൾ പൈസ ഉണ്ടാക്കി അത് മേ ബി മദറും ആവാം, മദർ ആവാം. അവരാണ് ഈ കൊടുക്കേണ്ട ഡയറക്ഷൻ. ആരാണോ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് ആക്ച്വൽ ക്യാപ്റ്റൻ, അദ്ദേഹം കറക്റ്റ് ടൈമിൽ. അദ്ദേഹമാണല്ലോ പ്രൊവൈഡർ. അദ്ദേഹമായിരുന്നു ആ വീട്ടിന്റെ ഒരു അതോറിറ്റി, ഡിസിഷൻ മേക്കർ. അത് ഇപ്പോഴത്തെ കാലത്ത് ഈ അതോറിറ്റിയുടെയും വലിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു യങ് ജനറേഷൻ്റെ വിഷയം പറഞ്ഞാൽ ദേ ഡോണ്ട് ലൈക്ക് ടു call someone as an authority. അതെ. ഇറ്റ് നോട്ട് ലൈക്ക് ഇൻ ദാറ്റ് അതോറിറ്റി. അതായത് വന്നിട്ട് ഈ ഫാദറാണ് പഠിപ്പിച്ചത്, അദ്ദേഹമാണ് ഇവരുടെ ഡിസിഷൻ എടുത്തത്, ഇദ്ദേഹമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. നാളെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അതായത് ഞാനാണ് ബ്രെഡ് വിന്നർ, ഓക്കെ, ഞാനാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സക്സഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോള് കഴിഞ്ഞു എന്നുള്ളതാണ് പല ആൾക്കാരും തെറ്റിദ്ധാരണ. അതായത് എൻ്റെ ഒരു നമ്മളെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഇനി ഈ കാര്യങ്ങൾ നീയാണ് ചെയ്യേണ്ടത്, ഈ പ്രോപ്പർട്ടി നിൻ്റെയാണ്, ഈ ഡെപ്പോസിറ്റ് നിൻ്റെയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എനിക്കുണ്ടായ കൺട്രോൾ പോയി. ആ കൺട്രോൾ മെക്കാനിസം, കൺട്രോളിലാണ് ആൾ ഫീൽ ചെയ്യുന്നത്. എനിക്ക് എന്തോ ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളതും ഞാൻ ഉണ്ടാക്കി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ റെലവൻസ് എന്താ? ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു, ഇനി എന്താ റെലവൻസ്? അപ്പം നമ്മൾ അത് റെലവൻസ് ഇല്ലാന്ന് വരുമ്പോൾ ആൾക്കാർ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഡെത്തുമായിട്ടാണ്, ഒരു മരണമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ചോദിച്ചോളൂ, ഒരു നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഒരു 100 പേരുണ്ടെങ്കിൽ 90% ആൾക്കാരും ബില്ല് എഴുതിയിട്ടുണ്ടാവില്ല. അല്ല, ഡെഫിനറ്റ്ലി ബില്ല് എഴുതുന്നതിന് പലരും വിചാരിക്കുന്ന കാര്യം വെച്ചാൽ പ്രായം വേണം,
പ്രായമാകണം, അതെ അതെ, ഒരു പർട്ടിക്കുലർ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യണം, മക്കള് നല്ല നിലയിൽ അവരുടെ കല്യാണം കഴിയണം, എനിക്കൊരു 50-60 വയസ്സ് വേണം. ഇത് ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ കുട്ടിയെ ജനിച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടാവും, ബന്ധുക്കൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് പോളിസി ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പുറകെ വന്നിട്ട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റ്, വീഡിയോ കാണുന്ന ക്ലയൻറ്റിന് മനസ്സിലാവാൻ എന്നോട് പറഞ്ഞു തന്നിട്ട്, സീതേ കഴിഞ്ഞ ഒരു 5-6 വർഷമായി ഈ കക്ഷി എൻ്റെ പുറകെ, ഈ ഇൻഷുറൻസ് ഏജൻറ്റ്. അന്നൊന്നും ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുമില്ല, എനിക്ക് എടുക്കാനും പ്ലാനും ഇല്ല. ഇദ്ദേഹം പറഞ്ഞ പോളിസി എനിക്ക് മനസ്സിലാകത്തുമില്ല. പുള്ളി ഒരു തിരുപ്പൂരോ കോയമ്പത്തൂരോ എവിടുന്നോ ഒരിക്കൽ കാറ് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ പെട്ടെന്നൊരു ലോറി വന്ന് സട്ടൺ ബ്രേക്ക് അടിച്ചു. പുള്ളി ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പുള്ളി വന്നിട്ട് പോയിട്ട് തിരിച്ചു വന്നു. ദാറ്റ്സ് പുള്ളി കിട്ടിയൊരു ഫീല്. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം ആദ്യം ഈ ഇൻഷുറൻസ് ഏജൻറ്റ് വിളിച്ചിട്ട് ഒരു 3 കോടിക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തു. അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെ. ഈവൻ നമുക്ക് ഇപ്പോഴും അല്ല, അത് ഇപ്പോൾ നമ്മളിപ്പോൾ എസ്പെഷ്യലി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പലപ്പോഴും പറയില്ല, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം എന്ന് പറയില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഇത് അവനവന് തോന്നണം, റിയൽ ലൈഫിൽ തോന്നണം. അപ്പോൾ നമ്മൾ ആ മൊമെൻ്റ് ഓഫ് ട്രൂത്ത് ഉണ്ട്, അത് വരാത്തോടത്തോളം കാലം ശരിയായിരിക്കും. പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞത്, സ്കൂളിൽ പഠിപ്പിക്കണം. പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പരത്തിയ ഒരു നോളജ് കിട്ടും. പക്ഷേ ശരിക്കും ഉള്ളിലേക്ക് എടുക്കുന്നത് അങ്ങനെ ലൈഫിലൊരു ഇൻസിഡൻറ്റ്. അതേ അവസ്ഥ തന്നെയാണ് ഇൻഷുറൻസ് പോലെ തന്നെയാണ് ഈ വില്ല് പലപ്പോഴും ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്നത്, നമ്മൾക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് വന്നതിന് ശേഷം അവരുടെ ഫാമിലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് കാണുമ്പോഴോ നമ്മളൊരു വില്ല് എഴുതണം. കാരണം നമുക്ക് എപ്പോഴും തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വീട്ടിലെല്ലാം സംഭവിക്കും, പക്ഷെ നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല. നമ്മുടെ മക്കൾ വളരെ നല്ല മക്കളാണ്, എല്ലാവരുടെയും അച്ഛൻ്റെ എല്ലാവരുടെയും കോൺഫ്ലിക്റ്റിനേക്കാൾ ഞാനിപ്പോൾ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ലെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ ഒരാൾ എന്നെ അറിയണം, അപ്പോൾ ഇതൊന്ന് വില്ലൊന്നും എഴുതിയില്ലെങ്കിൽ അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ പ്രാക്ടിക്കലി അപ്പോൾ നമ്മൾ തല്ലുകൊടുത്തം വേണ്ട, തല്ലുകൊടുത്തില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം, വീട്ടിൽ അമ്മ പറഞ്ഞ മാതിരി തന്നെ മക്കളെല്ലാം ചെയ്യാൻ റെഡിയാണ്, പക്ഷേ മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല. അപ്പോൾ രണ്ടുപേരും നല്ല പൊസിഷനിലിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരൊന്നും ഇങ്ങോട്ട് വന്നു കിട്ടണ്ടേ, കാരണം വരാണ്ട് ചെയ്യാനും പറ്റില്ല. എന്നിട്ട് ഇതിൻ്റെ പേരിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷം എടുത്ത് ഒന്ന് നേരെയാക്കും. പിന്നെ ഭാഗ്യത്തിന് അവർക്ക് വേറെ വിൽക്കാനും കാര്യങ്ങൾക്കൊന്നും പൈസ വേണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് കാരണം മക്കൾക്കും അവിടെ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്കും അതൊന്നും ഒരു ആശ്വാസമാകുമായിരുന്നു. അത് വലിയില്ലാത്തതിൻ്റെ വലിയ പ്രശ്നം. എനിക്ക് റീസെൻ്റ്ലി വന്ന ഒരു ക്ലയൻറ്റ് പറയാം, ഇതിൻ്റെ ഡിലേ. ഇവർ ഓസ്ട്രേലിയയിലുള്ള ക്ലയൻറ്റാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് അവർ പറഞ്ഞത് 42 വർഷമായി കേസ് നടത്തുന്നു. നമ്മളിത് അറിയാത്തൊരു കാര്യമുണ്ട്, അതായത് വില്ല് ഉള്ളപ്പോഴും ഇല്ലായ്പത്തോളം നമുക്ക് ഈ എമോങ് സിബ്ലിങ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ കോർട്ടിലൊരു കേസിന് പോയി കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം എടുക്കും. ഒരു കേസ് 42 വർഷം, കാരണം അവർ വില്ല് എഴുതിയിട്ടുണ്ടായില്ല. വില്ല് എഴുതാത്തത് കൊണ്ട് കോൺഫ്ലിക്റ്റ് വന്നു. ഈ കോൺഫ്ലിക്റ്റ് വന്ന സമയത്തുള്ള കേസ് നടത്തിയിട്ട് ഒരു ജനറേഷൻ സ്കിപ്പായി. ഏത് പ്രോപ്പർട്ടി കിട്ടേണ്ട ഒരു ജനറേഷൻ സ്കിപ്പായിട്ട് ഇത് ഗ്രാൻഡ് ഡോട്ടറാണ് എൻ്റെ അടുക്ക് വരുന്നത്. ഓക്കെ, ഡോട്ടർ കിട്ടേണ്ടതായിരുന്നു, ഗ്രാൻഡ് ഡോട്ടറിനാണ് പ്രോപ്പർട്ടി കിട്ടിയത്. പക്ഷേങ്കിൽ അവരുടെ അമ്മയും അവരുടെ അമ്മാവനും തമ്മിൽ വന്നിട്ട് കേസ് 42 വർഷം അനുഭവിക്കേണ്ടവർ പോയി കിട്ടിയില്ല. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് ഉറപ്പായിട്ട് എനിക്കൊരു വില്ല് എഴുതണം, കാരണം ഞാൻ ഈ കേസ് കണ്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾ കേസ് നടത്തുക എന്നതല്ല, പ്രോപ്പർട്ടി നടത്തുക എന്നുള്ളതല്ല. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നത്. അച്ഛന് 3 മക്കളുണ്ടാവും. അച്ഛൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് 3 മക്കൾക്ക് ഒരുപോലെ കൊടുക്കണമെന്നില്ല. ഈക്വലി കൊടുക്കുന്നത് ഫെയർ അല്ല സംടൈംസ്. ഒരിക്കലും അതില്ലാന്നേ. സത്യം പറഞ്ഞാൽ ഒരു വെൽത്ത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാല ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഇത് എനിക്ക് എപ്പോഴും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, അല്ലാണ്ട് എത്ര കിട്ടും എന്നുള്ളതല്ല. ഇത് തന്നെയാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസും ബില്ലും എല്ലാം. പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ് ഒഴിവാക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഈവൻ ചിലപ്പോൾ NRIs ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, ഇവർ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഞാൻ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് വേണ്ടെന്ന്. പക്ഷേ ഇവർ ശരിക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് വരാനുള്ള ചാൻസ് എന്തായിരിക്കും? മിക്കവാറും ഫാമിലിയിൽ, ഞാനിത് പറയണത് ഒരിക്കലും നടക്കാൻ പാടില്ല, ഞാൻ ഈ മരത്തുമ്മ തൊട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ കാരണം വെച്ചാൽ എന്തെങ്കിലും അവരുടെ ഫാമിലിയിൽ മാരകമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലോ കേരളത്തിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് അപ്പോൾ മിക്കവാറും വിചാരിക്കാൻ ചാൻസ്. ഈ അസുഖം വരുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടത്തില്ല.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല കാശുണ്ടായിരുന്ന ടൈമിൽ, നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന ടൈമിൽ മര്യാദയ്ക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വില്ലിൻ്റെ കേസിൽ. നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ അതിനേക്കാൾ ഉപരി ആ കോൺഫിഡൻസിനേക്കാൾ ഉപരി അത് തിങ്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ആ റിസ്ക് നമ്മൾ തിങ്ക് ചെയ്യണ പോലുമില്ല. നമ്മൾ അതിൽ കൂടി പോകാൻ താല്പര്യപ്പെടുന്നില്ല. അത് വേറൊരു കാര്യം. കാരണം അതൊരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ആണല്ലോ. പലപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ആൾക്കാർക്ക് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടി പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. ഈവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റിൻ്റെ ഭാഗമാണ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ. അതെ, അബ്സല്യൂട്ട്ലി. അപ്പോൾ ഈ പറഞ്ഞ സാധനം മിക്കവാറും പല ആൾക്കാരും ചെയ്യണ കാര്യം വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടക്കണ കാര്യം വെച്ചാൽ, ഏതെങ്കിലും ആൾക്കാർ ഏജൻറ്റോ ബാങ്കോ ഇവരെ സാറേ എന്ന് പിന്നാലെ നടന്നിട്ട് അവർക്കൊരു ഫേവർ ചെയ്യണ മാതിരിയാണ് മിക്ക ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇൻഷുറൻസ് ബുദ്ധിമുട്ടുള്ള ഒരു ലേഡിയാണ്, അവർ ഡൈവേഴ്സിയാണ്, അല്ല അവർക്ക് കാലിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് പോളിസികൾ പലപ്പോഴും ആൾക്കാർ എടുക്കുന്നത്. പോളിസികൾ അവർക്കൊരു ഉപയോഗം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ അവരെ സഹായിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് കുറച്ച് പൈസ കൊടുക്കുക. അവർ ചിലപ്പോൾ അവർ കേപ്പബിൾ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ ഇപ്പോൾ ചില ടൈമിൽ ഞാൻ ചില പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ടൈമിൽ മിസ് സെല്ലിംഗ് എന്ന് പറയും. ചിലടത്ത് ശരിക്കും പറഞ്ഞാൽ മിസ് സെല്ലിംഗ് അല്ല അത്. കാരണം മിസ് സെല്ലിംഗ് ആണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ, ഞാൻ ഐ പുട്ട് ഇറ്റ് ദിസ് വേ. കാരണം വെച്ചാൽ ആ പയ്യൻ്റെ വിചാരം എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് മാത്രമേ നല്ലുള്ളൂ. കാരണം ആ പയ്യന് ആ മാത്രമേ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വേറെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയും അയാൾക്കില്ല. അപ്പോൾ ഇയാൾ പുഷ് ചെയ്യണ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇയാളുടെ ഈ പയ്യൻ്റെ ആ സെയിൽമാൻ്റെ വിചാരം വെച്ചാൽ ഞാൻ ചെയ്യണത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് വെച്ചിട്ടാണ് ശ്രീത്തിനോട് വന്നിട്ട് വിൽക്കുന്നത്. പക്ഷെ എനിക്കറിയാം, ആ സെയിൽസ്മാൻ അറിയില്ലെന്നേ ഇതിനേക്കാളും നല്ല വേറെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത്. ആരും സൊല്യൂഷൻ അല്ലല്ലോ വിൽക്കുന്നത്, എല്ലാവരും പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്. അവർക്ക് ഈ പ്രൊഡക്റ്റ് വിറ്റാൽ ഇത്ര റേറ്റ് കിട്ടും എന്നതിൻ്റെ ഒരു കമ്മീഷൻ്റെ മുകളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മിക്ക ആൾക്കാർക്ക് ഇൻഷുറൻസ് ആയാലും ശരി, സക്സഷൻ ആയാലും ശരി, ഈവൻ വെൽത്ത് ആയാലും പലപ്പോഴും എനിക്കറിയില്ല ഞാനെന്താ ചെയ്യേണ്ടത്. ഈ കൺസ്യൂമർ ഉണ്ടല്ലോ, വാങ്ങുന്ന ആൾ, അയാൾക്കറിയില്ല ശരിക്കും എനിക്കെന്താ വേണ്ടത്. അവിടെയാണ് ചിലപ്പോൾ നമ്മളെ പോലത്തെ കൺസൾട്ടൻറ്റ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, സൊല്യൂഷൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇതാണ് വേണ്ടത്. ഈവൻ വെൽത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനുള്ള ചില ടൈമിൽ മിക്കപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് എത്ര ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മടിയാണ്. ഇപ്പോൾ ബാങ്കിൻ്റെ അടുത്ത് പറയും, കാരണം ബാങ്കിൻ്റെ അടുത്തുള്ള കാര്യം വെച്ചാൽ അവരുടെ അടുത്തുള്ള FD എല്ലാവരും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ബാങ്ക് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹത്തിന് ഇത്ര FD ഉണ്ടെന്ന്. ഇത് വെച്ചിട്ടാണ് ഇവർ പിടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പുറത്തുണ്ടാവും. അപ്പോൾ ബാങ്കിൻ്റെ കാര്യം ഇയാൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ പുറത്തുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള ആംഗിളാണ് ഇവർ പിടിക്കുന്നത്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാളടുത്ത് ചെന്ന് പറയുന്ന ടൈമിൽ കംപ്ലീറ്റ്ലി ഇപ്പോൾ പല ആൾക്കാർക്കും പറഞ്ഞാൽ എനിക്കുള്ളത് എന്തിനും ഇയാൾ അറിയണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചില കേസ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ കേസ് ഇതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതിനെന്താണ്. ഇപ്പോൾ സ്പെഷ്യൽ ചിൽഡ്രൻ അപ്പോൾ നിങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു സ്പെഷ്യൽ നീഡ്സ് കഴിഞ്ഞ ആഴ്ച. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കാരണം വെച്ചാൽ ഇങ്ങനെ ആവുന്ന ടൈമിൽ ആര് ആ പയ്യൻ്റെ അല്ലെങ്കിൽ മകളുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കും. അപ്പോൾ ഇതിന് വില്ലാണോ ട്രസ്റ്റാണോ നല്ലത്? അപ്പോൾ ആ ട്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അധികാരങ്ങൾ പെടുത്തണം, എങ്ങനെ ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതല്ലെങ്കിൽ സ്പൗസിന് പൈസ ഹാൻഡിൽ ചെയ്യാൻ അറിയോ, ഹൂ ഈസ് ഗോയിങ് ടു ഹാൻഡിൽ ദാറ്റ്. ഇനി അടുത്ത വിഷയം, ഇപ്പോൾ എനിക്ക് ഞാനൊരു ഇൻ്റർവ്യൂ എവിടെയും കണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു ഫാമിലി ഓഫീസിൽ കാണണം എന്ന് പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് അവരുടെ സംശയം വെച്ചാൽ അവരുടെ എൻ്റെയർ ഫാമിലിയിൽ എല്ലാവർക്കും വയസ്സാവണേക്കാളും പിന്നെ ഓർമ്മ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചോദ്യം വെച്ചാൽ ഞങ്ങൾക്ക് മക്കളില്ല, അപ്പം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വരാൻ അവർ ഉറപ്പിച്ചേക്കണം ഞങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇത് ഹാൻഡിൽ ചെയ്ത് തരാൻ പറ്റുമോ? വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഇതിന് എന്താണ് സൊല്യൂഷൻ? വില്ലിൽ എഴുതുന്നിടയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്യാൻ പറ്റുമോ? അതിൽ ആരെങ്കിലും റൈറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ സൊല്യൂഷൻ നീഡഡ്. അല്ല, ഇത് നമുക്ക് പലപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെൻ്റൽ ആൾക്കാർക്ക് അറിയേണ്ടത് വില്ല് എന്തിന് എഴുതണം. അതാണ് വില്ല് എന്തിന് എഴുതണം. അത് രണ്ട് ടൈപ്പ് കാറ്റഗറി ഞാൻ എപ്പോഴും പറയും. ഒന്ന് വില്ല് എഴുതിയാൽ എന്ത് സംഭവിക്കും, വില്ല് എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും. വില്ല് എഴുതിയില്ലെങ്കിൽ വന്നിട്ട് ഇന്ത്യയിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ലോ ഉണ്ട്, സക്സഷൻ ലോസ് ഉണ്ട്. ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട് 1956, ക്രിസ്ത്യൻസിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട് 1925, പിന്നെ മുസ്ലിംസിന് വന്നിട്ട് അവരുടെ പേഴ്സണൽ ശരിയ ലോ 1937. ഇങ്ങനെ 3 ലോ പ്രകാരം
ഓരോ ലോവും നമുക്ക് ഓരോ ഇതും നമുക്ക് വേണം സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും. അത്രയും ഡീറ്റെയിൽ ടോപ്പിക്കാണ് മൂന്നും പറയുകയാണെങ്കിൽ. പക്ഷേ ഈ പറയുന്ന ലോയിൽ വരുന്ന സംഭവം എന്ന് പിന്നെ പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ശ്രീജിത്തിൻ്റെ വെബ്സൈറ്റിലുള്ള നല്ല ടോപ്പിക്കാണ്. എനിക്ക് ആ വെബ്സൈറ്റ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെ 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 നമ്മുടെ truelegacy.in എന്ന് പറഞ്ഞ് www.truelegacy.in കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ ലീഗൽ എയർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മതം അനുസരിച്ചിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, വെരി ഗുഡ്. നമുക്ക് എവിടെയും അങ്ങനെ കാണാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് അതെ അതെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരാണ് എൻ്റെ ലീഗൽ എയർ, എൻ്റെ വൈഫിന് എത്ര കിട്ടും, ബില്ല് എഴുതിയില്ലെങ്കിൽ ആരാണെന്ന്, ബില്ല് എഴുതിയില്ല ആരാണെന്ന് നമ്മുടെ സൈറ്റിൽ പോയാൽ ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. മറ്റേ എൻ്റെ വൈഫിന് എത്ര കിട്ടും, എൻ്റെ മകൾക്ക് എത്ര കിട്ടും, എൻ്റെ മകന് എത്ര കിട്ടും, അമ്മയ്ക്ക് എത്ര കിട്ടും, എൻ്റെ സിസ്റ്ററിനും ബ്രദറിനും എത്ര കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബില്ല് എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ടെക്നിക്കലി നമ്മുടെ സൈറ്റിൽ കയറി കാണാൻ പറ്റും. അത് വളരെ ക്ലിയർ ആണ്. ഇനി ബില്ല് എന്തിന് എഴുതണം എന്ന് പറയാനുള്ള വൺ ഓഫ് ദ റീസൺ, നമ്മൾ ഈ സാഹചര്യത്തിൽ എപ്പോഴും എഫക്റ്റഡ് പാർട്ടീസ് വൈഫായിരിക്കും അല്ലെ മക്കളായിരിക്കും ഈ ബില്ല് എഴുതിയിട്ടില്ലെങ്കിൽ. ഞാൻ പറഞ്ഞല്ലേ, കാരണം നോർമലി ഇൻഹെറിറ്റൻസ് സക്സഷൻ എന്നൊക്കെ പറഞ്ഞ സാധാരണ ആൾക്കാർക്ക് ഒരുവിധ ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ചിട്ട്. ഓക്കെ, ഞാൻ പറയാറുണ്ട്, നമുക്ക് ഒരു വീട്ടിലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു, സേ ഫോർ എക്സാമ്പിൾ സംബഡി പാസ്റ്റ് അവേ, യുവർ ഡിയർ വൺ. ആ ഡേ നമ്മൾ എന്ത് ചെയ്യും, ആ വീക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ മന്ത് എന്ത് നമ്മൾ ചെയ്യും? ആഫ്റ്റർ എ മന്ത് വി നീഡ് ടു മൂവ് ഓൺ അല്ലേ? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ആഫ്റ്റർ എ മന്ത് യു ഡിസൈഡ് ടു മൂവ് ഓൺ, വാട്ട് യു ഡു ഫസ്റ്റ്? എന്ത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്താ ചെയ്യുക? നമുക്ക് നോക്കണമല്ലോ, നോ ഐഡിയ, റൈറ്റ്? ഒരു ഭയങ്കര ക്ലാരിറ്റി ഇഷ്യൂ അല്ലേ ആൾക്കാരുടെ തോട്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള പൊസഷൻ ഉണ്ടല്ലോ, പൊസഷൻ ആണല്ലോ. അതായത് നമ്മൾ കയറിയ വീട്, നമ്മൾ കയറിയ പറമ്പുകൾ അല്ലേ, നമ്മൾ കയറിയ കടമുറികൾ, നമുക്ക് അച്ഛൻ ഉണ്ടാക്കിയ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്, ഇതിലെല്ലാം നമുക്ക് പൊസഷൻ ഉണ്ട് എന്ന് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ്. അത് എൻ്റെ പേരിൽ വന്ന ആളാണല്ലോ ടൈറ്റിൽ മാറുക. പൊസഷൻ ഒന്ന്, ടൈറ്റിൽ ഒന്ന് അല്ലേ? അപ്പോൾ എനിക്ക് ആ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ മാത്രമല്ല വേറെയും ആൾക്കാരുടെ ഒപ്പുകളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വേണം. അവിടെ സംഭവം സ്റ്റക്കായി. ഇവർ സ്റ്റക്കാകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബ്ലാങ്കായി വരും. ഈ സ്റ്റക്കാകുന്ന ഒരു പോയിന്റിൽ കംപ്ലീറ്റ്ലി ബ്ലാങ്കാണ്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? നേരെ പോയി കാണുന്നത് ചിലപ്പം വക്കീലിനായിരിക്കും. ഓക്കെ, അവർ ഇമ്മീഡിയറ്റ്ലി കോൺഫ്ലിക്റ്റ് ആണല്ലോ. കോൺഫ്ലിക്റ്റ് വരുമ്പം ഈ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് തന്നെ സിബ്ലിങ്സ് തമ്മിൽ, അല്ലെങ്കിൽ മിക്കവാറും ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് പലപ്പോഴും സംസാരിച്ചിട്ട് ആ കോൺഫ്ലിക്റ്റ് ടോക്കിംഗ് ടേംസ് ഇല്ലാണ്ടാവും. ഈ ടേബിളിൽ സംസാരിക്കുന്നത് ഇതെൻ്റെയാണ്, ആൾക്കാരുടെ അസംഷനാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ട ഫാദർ ഇതൊന്നും ചെയ്യാതെ പോകുമ്പോൾ മക്കൾക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്നറിയോ? ഇറ്റ്സ് നോട്ട് മണി, കാശല്ല വിഷയം. അതായത് എന്നോട് അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല, മറ്റേ ബ്രദറിനായിരുന്നു ഇഷ്ടം കൂടുതൽ, നമ്മളോട് ഒരു പ്രത്യേകിച്ച് കെയറോ ലവോ അറ്റൻഷനോ ഉണ്ടായിരുന്നില്ല, ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നില്ല. കൂടുതലും ഇമോഷനാണ് ആൾക്കാർ സംസാരിക്കുന്നത്. എനിക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല വിഷമം സംസാരിക്കുന്നത്, എനിക്കത് കിട്ടിയില്ല എന്നുള്ളതല്ല. ഒന്ന് ചേട്ടൻ പറ്റിച്ചു, അല്ലെങ്കിൽ അനിയൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണ്. ഇതിലെല്ലാവരും, ഒരാൾ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഇത്രയും കണ്ട കേസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേ നായകന്മാരുണ്ട്, കുറേ വില്ലന്മാരുണ്ട്. ഇതൊരു ഓരോ സിനിമ എടുക്കാൻ പറ്റും, അത്രമാത്രം കോൺഫ്ലിക്റ്റാണ്. ഇത് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാദർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഈ വില്ലൊക്കെ ഒന്ന് കാരണം വില്ല് പലപ്പോഴും ഉണ്ടാക്കുന്നത് വളരെ സീക്രട്ടായിട്ടാണ്. അച്ഛന് മാത്രം അറിയുന്ന കാര്യമാണ്, വക്കീലിനോട് മാത്രം പറഞ്ഞിട്ടുണ്ടാവും. ഈ വക്കീൽ പോയിട്ട് ഇത് അവതരിപ്പിക്കുമ്പം ഈ എന്താ പറയുക, ചില സിനിമകളൊക്കെ ഇപ്പോൾ നമ്മൾ സിനിമകളാണല്ലോ ഈ ബില്ലുകളും ഇതൊക്കെ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയം ഫാമിലിയിൽ അവതരിപ്പിക്കാനുള്ള ധൈര്യം ഈ ഫാദറിനില്ല. ഈ ജീവിച്ചിരിക്കുമ്പം ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഈ ഫാദറിനില്ല. അദ്ദേഹം നമ്മളുടെ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ അടിയുണ്ടാകുന്ന കാണണ്ട. ഞാൻ പറയാം, നമ്മൾ ഒരു 10-12 വയസ്സിൽ മക്കളൊക്കെ ഉള്ള സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വില്ലൊക്കെ. എല്ലാവരും മക്കൾക്ക് 40 വയസ്സ് നമ്മുടെ അന്നത്തെ സെഷന് ഹോസ്പിറ്റൽ പറഞ്ഞ പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഡിന്നറിൻ്റെ ടേബിളിൽ പ്രായമായ മക്കളുടെ മുന്നിലിരുന്ന് നമ്മൾ ഡിന്നറിൻ്റെ ടേബിളിൽ ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അന്നേരം എല്ലാവരും എഗ്രീഡായി മനസ്സിലാക്കി പോയ ടോപ്പിക്ക് പിറ്റേന്ന് രാവിലെ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അതെ, ഈവൻ അത് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ 12 വയസ്സാകുമ്പോൾ നമ്മളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, 18 വയസ്സാകുമ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പിന്നെ ഒരു ജോലി കിട്ടി തിരിച്ച് വന്ന് 40 വയസ്സാകുമ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ശരിക്കും നന്നായിട്ട് കാര്യം സംസാരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും വെവ്വേറെ ഇൻഡിവിജ്വൽസ് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകൾ വേറെ ആയിരിക്കും. അതെ. അപ്പോൾ ഇത് ആ ഒരു ഏജിൽ തന്നെ അപ്പം ഞാൻ ചോദിക്കട്ടെ, നിഖിലിൻ്റെ അടുത്ത് വരുന്ന ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഏത് ഏജിലാണ് ആൾക്കാർ ഒരു കൂടുതലും ഒരു സൈസബിൾ ഒരു 30-25 lakhs 50 lakhs സൈസബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് ഏത് ഏജിലാണ്? ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട്? അല്ല, ഇപ്പോൾ കൂടുതൽ ചെറുപ്പത്തിലുണ്ട് ആ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇപ്പോൾ അത് ഇപ്പോൾ ശരിക്കും നമുക്ക് കൂടുതൽ NRI ക്ലയൻസ് അതിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങനെ, പക്ഷേ ശരിക്കും 40 വയസ്സിലാണ് ഒരാൾ ഉണ്ടാക്കി. കാരണം വെച്ചാൽ ഇവർ പലപ്പോഴും ഹോം ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് സെറ്റിലായി വരുമ്പോൾ കൂടുതൽ ആൾക്കാർ 40. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഒരു ഏജ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 29-30 ആൾക്കാർ മേ ബി ഒരു ത്രില്ലിൻ്റെ മുകളിൽ അതിനെ ഒരു പ്രൊഫഷനാക്കി ആക്കുന്ന. അല്ല, ഇവൻ അതിനേക്കാൾ ഉപരി നമുക്കിപ്പോൾ എനിക്ക് ഇൻഫോർമേഷൻ കൂടുതലുള്ളതിൻ്റെ പേരിലോ ഇവൻ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ NRI ആയിട്ട് പുറത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു താല്പര്യമുണ്ട് ഒരു 45 വയസ്സാകുമ്പോൾ റിട്ടയർമെൻറ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ദേ ആർ സീരിയസ്ലി തിങ്കിങ്. അപ്പോൾ പക്ഷേ അത് പറഞ്ഞ് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാലാണ് നമ്മുടെ അടുത്തൊരു, കാരണം നമ്മുടെ വെൽത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മറ്റുള്ള സാധനങ്ങളെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇതിലേക്ക് കൂടുതൽ വരുന്നത്. കാരണം ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ SIP മോഡൽ ചിലപ്പോൾ മാസം 5,000 രൂപ 50,000 രൂപ വെച്ചിട്ടൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാരണം വെച്ചാൽ ഫസ്റ്റ് ചിലപ്പോൾ ഹോം ലോൺ എടുക്കാനൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ഇപ്പോൾ ജനറേഷൻസ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവൻ പിന്നെ കൂടുതലും എനിക്ക് കൂടുതലും വരുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും ബിസിനസ്സുകാർ വരണമെങ്കിൽ മിക്കവാറും അവർ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ ദേ ആർ റെഡി ഫോർ എനിത്തിങ്. ഈ പറയുന്ന ഒരു സെറ്റപ്പ് അവർക്കൊരു വിഷയമായിരിക്കില്ല. ദേ ആർ മോർ ഓഫ് കമ്മിങ് വിത്ത് ആൻ ഇന്റൻഷൻ ദാറ്റ് ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ ഓവറോൾ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോയിൽ സാലറി എംപ്ലോയിഡ് ആണോ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരാണോ കൂടുതൽ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ എംപ്ലോയിഡിനാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പൊതുവേ നമ്മുടെ ഒരു പറച്ചിലുണ്ട് ബിസിനസ്സുകാരായ കാശുണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഹാപ്പി മണി ഉണ്ടാക്കാനായിട്ട് എംപ്ലോയിഡ് നല്ലത്. കാരണം വെച്ചാൽ ഇപ്പോൾ ചില ടൈമിൽ നമുക്ക് തന്നെ ഒരു ധാരണ ബിസിനസ്സുകാരനായാലും എല്ലാവരും എനിക്കിത് മതി എന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അതൊരു ഇൻവെസ്റ്റർക്ക് ഒരു പവറാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 90% ബിസിനസ്സുകാർ പൊട്ടിപ്പോണവരാണ്. അപ്പം നമ്മൾ കാണുന്ന 10% വെച്ചിട്ടാണ് ബിസിനസ്സുകാർ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചില ടൈമിൽ ചില ആൾക്കാർ ഇപ്പോൾ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു 25 കോടി അല്ലെങ്കിൽ 30 കോടി അത് മതി, ഇനഫ് ഈ പറഞ്ഞ സാധനം, ആൻഡ് ദേ ക്യാൻ ഹാവ് എ ഹാപ്പി ലൈഫ്. ആ ഇൻവെസ്റ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എംപ്ലോയിഡ് ആണ്. ബിസിനസ്സുകാർ ഒരിക്കലും പറയില്ല 25 കോടി മതി. കാരണം വെച്ചാൽ ആ ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നമുണ്ട്, ശരിക്കും അവരുടെ അടുത്ത് 25 കോടി നെറ്റ് വർത്ത് ഉണ്ടാവില്ല. കാരണം അവർ കാരണം വെച്ചാൽ 25 കോടിയിൽ ചിലപ്പോൾ 50 കോടി അസറ്റ് ഉണ്ടാവും, അതിൽ 50 കോടി ലോൺ ഉണ്ടാവും. അപ്പോൾ ഇവർ നിന്ന് കഴിഞ്ഞാൽ പോലും ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോണത്. അപ്പോൾ പല ബിസിനസ്സുകാരുടെയും വിഷയം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഐ എം ടോക്കിംഗ് അബൌട്ട് നെറ്റ് വർത്ത്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പുറമേ കാണുന്ന ആസ്തി അല്ല. ഇപ്പോൾ ഞാൻ ഈ ശ്രീത്തിൻ്റെ ബുക്കിൽ തന്നെ പറഞ്ഞേക്കണം വെച്ചാൽ ബിസിനസ്സുകാർ കൂടുതലും പറഞ്ഞത് റവന്യൂ പറഞ്ഞത്, ദേ വോണ്ട് ടെൽ പ്രോഫിറ്റ്. ഞാൻ വായിച്ചിരുന്നു. എനിക്ക് നമുക്ക് വി ഷുഡ് ഡു എ പോഡ്കാസ്റ്റ് ആക്ച്വലി. ഞാൻ സാധാരണ ഇപ്പം ഞാൻ കാരണം ശ്രീത്തിന് വലിയ അഡ്വർടൈസ്മെൻറ്റാണ്. കാരണം ഞാനിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഐ മേ ഹാവ് ദാറ്റ്, എൻ്റെ പണി കഴിഞ്ഞു ഞാനപ്പോൾ ഈസി ടു റീഡ് ഓരോ ചാപ്റ്ററല്ലേ. എനിക്ക് അങ്ങനത്തെ വലിയ ഇഷ്ടം. ഞാനിപ്പോൾ എന്ത് ബുക്ക് വാങ്ങണമെങ്കിൽ ഫസ്റ്റ് നോക്കണ കാര്യം വെച്ചാൽ എങ്ങനെ ഈസിയിൽ വായിക്കാന്നുള്ളതാണ്. ആ പോയിന്റ് ഓഫ് വ്യൂല് ശ്രീത്തിന്റെ എഴുത്ത് തന്നിട്ടുണ്ട്. ഇറ്റ്സ് വർത്ത്. ഐ തിങ്ക് അപ്പം നമ്മൾ ബിസിനസ്സുകാരൊക്കെ അങ്ങനത്തെ ബുക്കൊക്കെ വായിക്കണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ പറഞ്ഞ റിയൽ വെൽത്താണ് കേട്ടോ, നെറ്റ് വർത്ത് എന്നുള്ള രീതിയിലാണ് എൻ്റെ സ്വത്ത്. ആ സ്വത്ത് എന്ന് പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റി. ആ ലെവലിൽ ഞാനീ പറഞ്ഞത് ഒരു 25 കോടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിറ്റി ഡീസൻറ്റ്. ഞാൻ ഒരു ചാലഞ്ച് ഞാൻ പറഞ്ഞുതരാം. ചാലഞ്ച് അല്ല, ലിറ്ററലി ചാലഞ്ച്. ഓക്കെ, നമ്മൾ കാണുന്ന പല കമ്പനിയുടെയും ഇപ്പം എക്സ് കമ്പനികൾ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അവരോട് ചോദിച്ച ഒരു കാര്യം അവർക്ക് കംപ്ലീറ്റ്ലി മിസ്സിങ് ആയിരിക്കും. 100% ഞാൻ പറഞ്ഞ 90% ആൾക്കാരുടെ കയ്യിലും അതുണ്ടാവില്ല. അവരുടെ ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല. അവരുടെ ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല, കമ്പനിക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. ഞാനിത് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബിസിനസ്സുകാരുടെ ബിസിനസ്സും
ഇൻഡിവിജ്വലും രണ്ടാണ്. എൻ്റെ രണ്ടാ. ഈ സാധനത്തിൽ ഐ ആം ടോക്കിംഗ് അബൌട്ട് പേഴ്സണൽ ബാലൻസ് ഷീറ്റ്. ഓൾവേസ് സംടൈംസ് നെഗറ്റീവ്. ഇപ്പോൾ പല ആൾക്കാരും നമ്മളിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചില ബിസിനസ്സുകാർക്ക് ചിലപ്പോൾ എന്നോട് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ പേഴ്സണലി സംസാരിക്കുന്നത് ചിലപ്പോൾ മേ നോട്ട് ബി കംഫർട്ടബിൾ. കാരണം എൻ്റെ ചോദ്യം വെച്ചാൽ വാട്ട് യു ഹാവ് ഇൻഡിവിജ്വലി എന്നുള്ളതാണ്. അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ചില ബിസിനസ്സുകാരൊക്കെ പാഷനേറ്റായിട്ട് പറയാറുണ്ട് എനിക്ക് എല്ലാ ബിസിനസ്സാണ് മുന്നിൽ എന്നുള്ളത്. ഈ ബിസിനസ് അല്ല മുന്നിൽ, അത് അവരറിയാത്തൊരു സത്യമാണ്. കാരണം നമ്മൾ ഈ കാണിക്കുന്ന ബിസിനസ് എന്തിനാണ് റൺ ചെയ്യണത്? നമ്മുടെ വീട്ടുകാരും നമ്മൾ സിമ്പിളാണ്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാതെ നിങ്ങൾ റിസ്ക് എടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റേ മോട്ടിവേഷൻ ടോക്കേഴ്സൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഷിപ്പ് കത്തിക്കൂ എന്നിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്തായാലും കത്തും. അപ്പോൾ അതിന് പകരം നമ്മളൊരു കാര്യം നമ്മൾ തിരിച്ചു ചെല്ലുന്ന ടൈമിൽ നമ്മുടെ കൊച്ച് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു അച്ഛാ ഫീസ് അടയ്ക്കാറായി, ഞാൻ റോൾ ചെയ്യാതെ ബിസിനസ് എൻ്റെ ധൈര്യം. പക്ഷെ ആ റോൾ ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം ഇങ്ങനെ വെരി ബാഡ് സിറ്റുവേഷൻ. വൺ തിങ് വന്നിട്ട് ഞാൻ എപ്പോഴും ഒരു ഓണ്ടർപ്രണറിൻ്റെ സൈഡിൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് they are the only people generate GDP. They are the only people because they are paying rent, they are paying salary. കാരണം ഇദ്ദേഹം ഇപ്പം നിങ്ങളൊരു 20 കോടി ഒരു ഓണ്ടർപ്രണർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 10 കോടി തരുവാണെങ്കിൽ ഐ ബി ഹാപ്പിലി ആ 10 കോടി ഞാൻ എൻ്റെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അല്ല ഞാനത് ചെയ്യണം തന്നെ പറഞ്ഞു. കാരണം അതിനല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പൈസ കൊടുക്കും. അപ്പോൾ ആക്ച്വലി ഈ ഇൻഡിവിജ്വൽ ആണെങ്കിലും ഹീസ് കോൺട്രിബ്യൂട്ടിംഗ് ദ GDP, ഹീസ് ഫണ്ടിങ് ഇറ്റ്. അതെ. അപ്പോൾ പുള്ളി കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് ഫണ്ട് ചെയ്യും. കാരണം പുള്ളി കാണുന്നത് വലിയ ഹ്യൂജ് പ്രോസ്പെക്ട്സ്. അവിടെയാണ് ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നതിൻ്റെ വൺ ഓഫ് ദ എലിമെൻറ്റ് എവ്രി ബിസിനസ് ഓണേഴ്സിന് ഞാൻ എപ്പോഴും പറയും യു ഷുഡ് പ്രൊട്ടക്ട് യുവർ ഫാമിലി. ഞാനും അതന്നെ പറഞ്ഞു, ആ പ്രൊട്ടക്ട് ഫാമിലി എന്നുള്ള സാധനമുള്ള. കാരണം വെച്ചാൽ ഇദ്ദേഹം ഒരു ടൈമിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റും ഒരു കോടി ലാഭം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ ഫാമിലിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനി പ്രോജക്റ്റ് വെനെവർ യു ഗെറ്റ് ഇൻകം കീപ് 20% ഫോർ ദാറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലി പ്രൊട്ടക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മനസ്സമ്മതമായിരിക്കും നിങ്ങൾ ബിസിനസ് ചെയ്യണത്. ശരിയാണ് അബ്സല്യൂട്ട്ലി. അപ്പോൾ ഇത് പലപ്പോഴും പറ്റിപ്പോണ കാര്യം വെച്ചാൽ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ കാണുന്നത് എന്താ പറയുക, എനിക്ക് യൂസഫ് അലി ആവണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി ബിസിനസ് തുടങ്ങിയ ടൈമിൽ അന്ന് ഇന്ത്യയിലോ ലോകത്തിലോ എത്ര ബിസിനസ്സുകാർ ബിസിനസ് തുടങ്ങി, അതിലെത്ര യൂസഫ് അലി ഉണ്ടായി. അപ്പോൾ ആ ടൈമിൽ ഇത്രയും പേര് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുഴിയിലേക്ക് വീഴരുത്. ആ സമയത്ത് നമ്മൾ ഇതേമാതിരത്തെ ഒരു റിസ്ക് മെക്കാനിസം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ആ ഫാമിലിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ ഈ വീഡിയോ ഈ ഒരു ടോപ്പിക്കിൽ കാണുന്നത് കൊണ്ട് ഞാനൊരു ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പറയാം. ഇപ്പം നിഖിൽ പറഞ്ഞ ആ 20 ലക്ഷം 25 ലക്ഷം രൂപ നമ്മൾ ആനുവലി ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡിപ്പെൻസ് അപ്പോൺ എ സൈസ്. ഞാൻ ഒരു പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പറയും ഈ എവ്രി ബിസിനസ് ഓണേഴ്സ് നിങ്ങളൊരു പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കുക. അതിൽ നമ്മുടെ വൈഫിനെയും നമ്മുടെ മക്കളെയും അതിൻ്റെ ബെനിഫിഷ്യറി ആക്കുക. ഈ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റും ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. ശ്രീത്തെ, എന്നോട് പണ്ടൊരാൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഫാമിലി ട്രസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ ബിസിനസ് മൊത്തം ഭാര്യയും പുള്ളിയും കൂടി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യണം, അതും ഇതും തമ്മിൽ രണ്ടാണ്. ആ പുള്ളി പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും ആണ് പാർട്ട്ണർ, അപ്പോൾ അത് എൻ്റെ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റാണ്. പറഞ്ഞു കൊടുത്തേ. ഇതിൻ്റെ സൊല്യൂഷൻ ഞാനത് പറഞ്ഞത്. ഇതിൻ്റെ അതായത് ഏത് ബിസിനസ്സിനും ഒരു ബ്യൂട്ടിഫുൾ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിവേ നമുക്കൊരു ഏത് ബിസിനസ്സിനും ഫണ്ടമെൻ്റൽ വേണ്ടത് മിനിമം റവന്യൂ മോഡൽ. എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് മിനിമം റവന്യൂ മോഡൽ. അതായത് അതാണ് ഒരു ബ്രേക്ക് ഈവൻ മിനിമം റവന്യൂ മോഡൽ. ദെൻ അതിനുശേഷം നമ്മൾ സ്കെയിലപ്പ് ചെയ്യണം. റവന്യൂ കണ്ടുപിടിക്കാതെ വന്നിട്ട് ചുമ്മാ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതും പ്രശ്നമാണ്. അപ്പോൾ ഒരു മിനിമം, അതേപോലെ തന്നെ നമുക്ക് ഒരു മിനിമം ഇൻകം മോഡൽ നമ്മുടെ ഫാമിലിക്ക് വേണം. ഒരു മിനിമം ഇൻകം മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാസം എത്രയാണോ എൻ്റെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, 50,000, 1 lakh, 2 lakh, 3 lakhs, ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ പോർട്ട്ഫോളിയോ. ഓക്കെ, അതാണ് ഞാൻ മന്ത്ലി ഒരു ഫാമിലിക്ക് വേണ്ടി ഞാൻ ചിലവാക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഞാനില്ലെങ്കിൽ ആര് ചിലവാക്കും? ഇപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നത് കൊണ്ട് വൈഫ് സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ഞാൻ നാളെ ഗൂഗിൾ പേ ചെയ്യാൻ ആളില്ലെങ്കിൽ ആര് ചെയ്യും അല്ലേ? അപ്പം സംബഡി ഷുഡ് ബി ദെയർ ടു ടേക്ക് കെയർ ഓഫ് ദ വൈഫ് ആൻഡ് ഫാമിലി. കാരണം നമ്മൾ കൊണ്ട് നടക്കുന്ന ബിസിനസ്സിൽ റിസ്ക്, ലയബിലിറ്റി ഇതെല്ലാം വന്ന് അവസാനം എന്തെങ്കിലും വലിയൊരു വരുവാണെങ്കിൽ പലപ്പോഴും പകുതി 90% ആൾക്കാർ പൊട്ടിപ്പാളിസായെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പാളിസാകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് മൊത്തത്തിൽ വൈപ്പ് ഓഫ് ആയിട്ടുണ്ടാവും. നമ്മുടെ പേഴ്സണൽ അസറ്റും വൈപ്പ് ഓഫ് ആയി പോകും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കുക.
നമ്മളതിൻ്റെ സെറ്റിലർ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മൾ 25 ലക്ഷം രൂപ ഈ ട്രസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ആസ് എ സെറ്റിലർ. നമ്മുടെ വൈഫ്, നമ്മുടെ മക്കൾ, ഇവരൊക്കെയാണ് ബെനിഫിഷ്യറി. അതിൻ്റെ മക്കൾ ചിലപ്പോൾ ചെറിയ കുട്ടികളായാലും ബെനിഫിഷ്യറി. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പ്രൈവറ്റ് ട്രസ്റ്റ് ആക്കി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം ആ ട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആ ട്രസ്റ്റ് ഷെയർസ് വാങ്ങിക്കാം. ഇറ്റ് വിൽ ബൈ ഡിമാറ്റ് അക്കൗണ്ട് ആ ട്രസ്റ്റിൻ്റെ പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളെ പോലത്തെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ട്രസ്റ്റ് വിൽ ക്യാരി ദ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒരു മിനിമം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഈവൻ ഡെപ്പോസിറ്റ് ഇടാം ട്രസ്റ്റിൻ്റെ പേരിൽ. അപ്പോൾ അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന് ബ്രേക്ക് ഇട്ട പോലെ അല്ലേ. നമുക്ക് നമ്മുടെ അഗ്രഷനിൽ റിസ്ക് എടുത്തിട്ട് ഏത് ലെവലിൽ എന്ത് വേണം ഇപ്പുറത്തെ സൈഡ് സേഫായി അല്ലേ. ഇത് ഞാൻ പറയും എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവറി ഫാമിലി, ഈവൻ ഞാൻ പറഞ്ഞത് ഒരു മാസം 50,000 രൂപ വരെ നിങ്ങളുടെ ഫാമിലി പ്രൈവറ്റ് ട്രസ്റ്റ് ഏൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലപ്പുറം ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ്? ടെൻഷനേ വിട്ടില്ല. 2 സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്ന പൈസയാണ് ഈ 50,000 റുപ്പീസ്. ഇതിന് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ലോൺ ഒന്നും ബാധകമല്ല ഇതിൽ ഇല്ല. അതായത് മിക്ക ആൾക്കാർ ട്രസ്റ്റിൻ്റെ അകത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിന് അസറ്റ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. നാളെ എന്തെങ്കിലും ഒരു കോൺട്രാക്ച്വൽ ലയബിലിറ്റി, ഇൻകം ടാക്സ്, GST, ക്രെഡിറ്റർ എന്ത് വന്നു കഴിഞ്ഞാലും സപ്ലയർ ഒരിക്കലും ഇത് ടച്ച് ചെയ്യില്ല. ഇത് സേഫാണ്. അത് സേഫ് ആണെങ്കിൽ നമ്മൾ ഓക്കെ അല്ലേ. എനിത്തിങ് നമ്മൾ പേഴ്സണലി എടുത്ത റിസ്കിൻ്റെ മുകളിൽ എന്തിന് ഫാമിലി സഫർ ചെയ്യണം? പലപ്പോഴും ചിലപ്പോൾ നാളെ നമ്മൾ ഒരു മുസ്ലിം ഫാമിലി, ഒരു മകനും ഒരു ഉമ്മയും വന്ന എൻ്റെ ഓഫീസിൽ. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് അടിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ ഫ്ലോയിൽ പറയണം. ഓക്കെ, എന്നോട് പറയാം, സാറേ നമ്മൾ ഈ പറയുമല്ലോ ഈ എല്ലാവരും ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരില്ല, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോരാന്ന് വെറുതെ പറയണം സാറേ. പിള്ളേരുടെ ഉപ്പ പോകുമ്പോൾ വന്നിട്ട് പുള്ളി എല്ലാം കൊണ്ടുപോയത് എത്ര സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം 90% ഓണ്ടർപ്രണേഴ്സും ഇൻഡിവിജ്വൽ ലെവലിൽ ഇത് മൊത്തം ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ലോട്ടറി ടിക്കറ്റ് നാളെ നന്നാവും എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇദ്ദേഹം മൊത്തം പോയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല. ഈ റിസ്ക് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ആ റിസ്ക് മാനേജ്മെന്റ് പലരും ചെയ്യാറില്ല. പലരും അറിയില്ല. അതൊരു കാര്യമാണ് കേട്ടോ. അറിയില്ല. ഇത് വെച്ചാൽ ഈ ഒരു ആ ചക്കറിൽ ഇത് ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ സാധാരണ ഒരു ബിസിനസ്സുകാരൊരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അവർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നടക്കുന്ന ഒരു പറ്റം ആളുകൾ, ടീം മെമ്പേഴ്സ് അവരുടെ. അപ്പോൾ ദേ ആർ ദ കിങ്. അപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്നൊരു ക്ലയൻറ്റ് വന്നു. ഓക്കെ, പുള്ളി എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. പുള്ളി പറഞ്ഞു എനിക്ക് പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു സാർ ഉണ്ടാക്കാം. പുള്ളി എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയും കുറേ ഇതിനെപ്പറ്റി റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം പുള്ളി എന്നിട്ട് ബോംബെ പോയിട്ട് എന്തൊരു പേര് പറയുന്നില്ല, ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വില്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി പോയിട്ട് അപ്പോയിൻമെൻറ്റും എടുത്തു. അതിന് മുമ്പ് എന്നെ വിളിച്ചു. പുള്ളി എന്നോട് ഫെയർ ആയിട്ട് പറഞ്ഞു, ഇത് ഞാൻ അവിടെ പോകുന്നുണ്ട്, അത് പോയി കണ്ടിട്ട് പുള്ളിക്ക് അവിടെ പോയി ഇരുന്നിട്ട് പുള്ളിക്ക് അത്രയും കംഫർട്ടായിട്ട്, കാരണം നമ്മൾ സംസാരിക്കുന്ന ആ വേവ് ലെങ്ത് മാച്ച് ആവാത്തതുകൊണ്ടാണ് പുള്ളി തിരിച്ച് വന്ന് പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പ്രൈവറ്റ് ട്രസ്റ്റിനെ പറ്റിയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം പോയിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ വക്കീലിനോടും അദ്ദേഹത്തിൻ്റെ ഓഡിറ്ററോടൊക്കെ വന്നിട്ട് തൃശ്ശൂരാണ് കേട്ടോ, അവിടെ പോയി ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ ഒന്നും ആരും ചെയ്യില്ല, അതിലും വലിയ ചോറപ്പരില്ല. പറയുമ്പം അത് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ പലപ്പോഴും ആൾക്കാർ പറയും അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതാണ് കോമൺ ആയിട്ട് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര റോങ് ഡെഫിനേഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്കറിയാത്ത കാര്യത്തിനെ പറ്റി അവർ അതിലേക്ക് പുറപ്പെടുമ്പോൾ എനിക്കത് വിഷയം അറിയില്ല എന്നതിനെക്കാട്ട് അവർ പറയുന്നത് അത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പണി ആകെ അറിയണത് മാർക്കറ്റിലെ കാര്യമാണ്. ഇപ്പോൾ ശ്രീത്ത് ഇവിടെ വന്ന ടൈമിൽ എന്നോട് കുറേ പേരെ പറ്റി ചോദിച്ചു, എനിക്കൊരു പിടിയില്ല അല്ലേ. അത് കാരണം വെച്ചാൽ എൻ്റെ ഈ പണി മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന ഉടനെ കുറേ ടോപ്പിക്ക് സംസാരിച്ചാൽ ഇവരറിയോ അതറിയോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇവൻ എന്നോട് ചില ടൈമിൽ ഇപ്പോഴത്തെ കുറേ പൊളിറ്റിക്കൽ ന്യൂസുകൾ എന്നോട് പലരും ചോദിക്കും. ഇത് ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു ആണല്ലേ. അപ്പോൾ ഇപ്പം എന്നെ അറിയണ എല്ലാവരും എന്നെ കളിയാക്കുന്ന ഒരു വിഷയമാണ്. ഇങ്ങനൊരു സാധനം നടന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിലും ഞാനത് വിശ്വസിക്കും, കാരണം എനിക്ക് അറിയത്തില്ല അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞാനത് കഴിവായിട്ട് പറഞ്ഞല്ലോ, അതിന് നമ്മുടെ പോരായ്മയും കൂടിയാണ്. അപ്പോൾ അതിന് നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കും. ഇപ്പോൾ ഡോക്ടേഴ്സിന് ചില ടൈമിൽ അവർ ചിലപ്പോൾ ഒരു ഹാർട്ട് സർജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനേക്കാളും നല്ല ഹാർട്ട് സർജൻ വേറെ ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ മണി ഹാൻഡിൽ ചെയ്യാനായിട്ട് പുള്ളി അല്ല. അതേമാതിരി ഇപ്പോൾ ബില്ല് എഴുതാനായിട്ട് അതിൽ പ്രൈവറ്റ് ട്രസ്റ്റ് വേണോ അതോ ബില്ല് വേണോ നോമിനേഷൻ വേണോ എന്ന് തീരുമാനിക്കാനായിട്ട്
അങ്ങനത്തെ ഒരു 3 സാധനം ഉണ്ടാകുന്ന പോലും അറിയാനായിട്ട് പുള്ളിക്ക് അറിയില്ല. അതെ അതെ അപ്പോൾ ഇവൻ പലപ്പോഴും ഇപ്പം ഡോക്ടേഴ്സ് ഈസ് ഈസി കസ്റ്റമേഴ്സ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഈ വെൽത്ത് മാനേജ്മെൻറ്റ് ടീം. അതെ അതെ കാരണം ഇപ്പോൾ ചിലപ്പോൾ ഡോക്ടറോട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇവർ ചിലപ്പോൾ ക്ലിനിക്കിലിരുന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും. എവിടെ ഒപ്പുണ്ട്, അപ്പോൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഒപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഈ സാധനം നോമിനേഷൻ പോലും ഇപ്പം നോമിനേഷൻ നിർബന്ധമോ, അതെ 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 പക്ഷേ അത് ബില്ലിൽ പോലും അത് പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പലപ്പോഴും നടക്കുന്ന ഒരു പ്രശ്നം. അബ്സല്യൂട്ട്ലി. ഞാനിത് കാണുന്നത് ഇപ്പം നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്ക് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് നിന്ന് ഒരുപാട് ക്ലയൻറ്റ് വരും. ഓക്കെ, അപ്പോൾ അവർക്ക് ബിസിനസ് നടത്തുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയും, ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകണം. അപ്പോൾ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകണം എന്നൊക്കെ പോയിട്ട് അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് അവിടെ പോയി സംസാരിക്കുമ്പോൾ ആദ്യം ഇവർ കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല ഉണ്ടാവുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ പോട്ടെ. അല്ല, അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും എങ്ങനെ ചെയ്യണം. അറിയാൻ പറ്റായിട്ടല്ല, പണി കൂടുതലാണ്. ഇതിൽ നിന്ന് മാറ്റം ഈ പാർട്ട്ണർഷിപ്പ് ഒന്നും LLP ഒന്നും ഇതുവരെ കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇതിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എൻ്റെ പണി കൂടും, പക്ഷെ നിങ്ങൾ തരുന്ന പഴയ ഫീസ് തന്നെ തരുമോ, പൈസ കൂടി തരില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഈ പ്രോസസ്സിൽ കൂടി പോകാൻ മെനക്കടാ. അതുകൊണ്ട് പറയും ഇപ്പം പോകുന്ന പോലെ പോട്ടെ എന്ന് പറയും. അപ്പോൾ പല ആൾക്കാരും നമ്മളെടുക്ക വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ കേൾക്കാനാണ്. സാർ എന്നെ കൊണ്ട് പറ്റും സാർ, എനിക്കൊരു IPOന് പോകണം, ഒരു SME ലിസ്റ്റിംഗ് ചെയ്യണം, ഒരു പ്രൈവറ്റ് കമ്പനി ഫണ്ട് റേസ് ചെയ്യണം, അതിനൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കൺസൾട്ടീവില്. അല്ല, ഈ IPO ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ലോജിക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 250 കമ്പനി കൊല്ലത്തിൽ ലിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇനി അങ്ങോട്ട്. ഞാനിപ്പോൾ മിനിമം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അത് മൂടറിയാൻ അത്രയും നല്ലത്. അതിനകത്ത് നമ്മുടെ സിമ്പിൾ ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളും ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ IPO വരുന്ന കമ്പനികളെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്ലേ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ എത്ര ശതമാനം 250 കേരളത്തിൽ നിന്ന് ലിസ്റ്റാവും? നോട്ട് മോർ ദാൻ വൺ. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും കേപ്പബിൾ ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. അതെ. അപ്പോൾ ഇവർ കൃത്യമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പേപ്പറിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ പൊട്ടൻഷ്യൽ. ചിലപ്പോൾ ഒരു 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഇത്തിരി സ്ട്രഗിളായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ പണ്ട് ഏതൊരു കസ്റ്റമറെ കണ്ട ടൈമിൽ അവർ ഇത് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതൊക്കെ പറയുമല്ലോ, അവർ അപ്പോഴും പ്രൊപ്പറേറ്റർഷിപ്പിലാണ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. 1000 കോടിക്ക് മേലെയുണ്ട് ടേൺ ഓവറല്ല, നല്ല ആസ്തിയുണ്ട് ഈ പറഞ്ഞ സാധനം. എന്നിട്ട് ആൾക്ക് ഒത്തിരി എൻ്റെ അറിവിൽ തന്നെ 2 പ്രാവശ്യം പുള്ളിക്ക് റൈഡ് പോയിട്ടുണ്ട്. പക്ഷേ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫൈൻ അടയ്ക്കാൻ കാശുണ്ട്. ആൾ പറയണില്ല, പക്ഷേ ആളുടെ തിങ്കിങ് അതാണ്. കാരണം ഫൈൻ അടയ്ക്കാനുള്ള കാശ്, കാരണം അത്രയും കാശ് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഹി ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ ഹെഡേക്ക്. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. നമ്മൾ മൊത്തം നോർത്ത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ ആ ഒരു ഗുജറാത്ത്, മഹാരാഷ്ട്ര ആ ഒരു ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനിയുടെ കൂടുതലാണ് അല്ലേ. ഇതും സക്സഷനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഈ ലിസ്റ്റിങ്ങും സക്സഷനായിട്ട് വളരെ കണക്ഷൻ ഉണ്ട്. നമ്മൾ ആരും തന്നെ സക്സഷന് റെഡി അല്ല എന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ലിസ്റ്റിങ്ങിന് റെഡി ആവാത്തത്. കാരണം ഗിവിങ് അപ്പ് ആണല്ലോ. പബ്ലിക്കിന് കൊടുക്കുകയല്ല. ദ മൊമെന്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് കൊടുക്കാനേ നമ്മൾ റെഡിയല്ല, പിന്നെയാണ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കാൻ റെഡിയാവുന്നത്. ഇല്ല, ഇവിടുത്തെ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു തമാശ എന്ന് വെച്ചാൽ ഇവർക്ക് ഫണ്ട് വേണം, പക്ഷേ ലാഭവിഹിതം കൊടുക്കുന്ന ടൈമിൽ ടെൻഷനാണ്. എങ്ങനെ ഇപ്പോൾ പറഞ്ഞു എനിക്ക് ഫണ്ട് ഞാൻ പണ്ടൊരിക്കലും സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മിക്കപ്പോഴും ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടാവും, അതായിരിക്കും മൊത്തം വിൽക്കുന്നത്. എന്നിട്ട് ഇതിനൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് വേണം. അപ്പോൾ ഇവർ വെച്ചാൽ അതൊരു LLP ആക്കും. എന്നിട്ട് അതിലേക്ക് ഫണ്ടിന് ആൾക്കാരെ വിളിക്കും. എന്നിട്ട് അതിൽ നിന്ന് പറയും ഇതിൽ നിന്ന് ലാഭം തരുന്നത്. അപ്പോൾ ഈ കമ്പനി നെവർ ഹാവ് എ പ്ലാൻ ടു ലിസ്റ്റിംഗ്. മറ്റേ ആക്ച്വൽ ബ്രാൻഡേ ലിസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യണ പാവത്തിന് പറഞ്ഞൂടാ താഴെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഫണ്ട് കൊണ്ട് കൊടുത്ത ടൈം അപ്പം
എൻ്റർപ്രീനർ എന്നുള്ള രീതിയിൽ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഒന്നാമത്തെ കാര്യം അനദർ ഹെഡേക്ക് എടുക്കണം LLP തുടങ്ങിയിട്ട്. ഈവൻ റിയൽ എസ്റ്റേറ്റ് മൊത്തം അങ്ങനെയാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പനി ഉണ്ടാവും, എന്നിട്ട് ഫണ്ട് ചെയ്യണത് മൊത്തം എങ്ങനെയാണ് റെൻറ്റ് തരാമെന്നും പറഞ്ഞിട്ട് LLP ചേർന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അവർ പറ്റിക്കണം എന്നുള്ളതൊന്നല്ല ഇവിടുത്തെ വിഷയം. പറയും ആസ് എൻ എൻ്റർപ്രീനർ എത്ര മാത്രം സ്ലീപ്ലെസ് നൈറ്റ് ഇതെല്ലാം കടമാണ്. കടം ഇത് ഇപ്പോൾ കടം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു മിക്കവാറും ഇപ്പോൾ എനിക്ക് നോർത്ത് സൈഡിലൊക്കെ ആണെങ്കിൽ 24% ആയിരിക്കും റിട്ടേൺ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ക്ലയൻസ് കൊടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ 24% 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞു. ശരിയാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഒരു വർഷമോ 1.5 വർഷത്തിനുള്ളിലോ ആ പർട്ടിക്കുലർ ബിസിനസ് ലോഞ്ച് ചെയ്യണം. എന്നിട്ട് വേണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പോസിബിലിറ്റി ടു ആ ബിസിനസ് പൊട്ടിപ്പോകാനുള്ളത് ഭയങ്കര നമ്മൾ മാക്സ് നോക്കണമെങ്കിൽ മാത്രം തന്നെ. അല്ല, നമ്മുടെ നമുക്ക് ഇത് തന്നെ ഒരു പോഡ്കാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക് ഓൾ ടുഗദർ. നമ്മൾ സക്സഷൻ എന്നതിൻ്റെ ഒരു വിഷയവും ഈ പറയുന്ന ലിസ്റ്റിംഗ് എന്നൊരു വിഷയവും വളരെ വെൽ കണക്റ്റഡ് ആണ്. പലപ്പോഴും നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, മക്കൾ ബിസിനസ്സിലില്ല, പക്ഷേ ബിസിനസ്സുണ്ട് എൻ്റെ കയ്യിൽ. മക്കൾ ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പുറത്ത് സെറ്റിൽഡ് ആയിരിക്കും, പക്ഷേ എൻ്റെ ബിസിനസ് ഉണ്ട്. ഇത് ഞാൻ ആരെ ഏൽപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞ സമയത്താണ് അല്ലേ. അവിടെ നമുക്ക് വേണ്ടത് ഒരു കൺട്രോൾ മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു പെയ്ഡ് MD, ഒരു പെയ്ഡ് CEO, അല്ല മൊത്തം പെയ്ഡ് ഗവർണൻസ് മാറ്റി കഴിഞ്ഞിട്ട് ഇതിന് അങ്ങനെ തന്നെ ഒരു ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ ബീങ് അന്ന് എനിക്ക് നിഖിൽ സെഷനിൽ പറഞ്ഞല്ലേ, ലിസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് നമ്മൾ ലിക്വിഡേറ്റ് ആകുന്നു. ഇപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്. അതിൽ ഒരാൾക്ക് ബിസിനസ്സിൽ യാതൊരു താല്പര്യമില്ല. അവൾ US അപ്പോൾ 3 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനായിട്ട് ലിസ്റ്റ് ചെയ്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചിറ്റലപ്പള്ളി സാറിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു, പോഡ്കാസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി 2 കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, 3-ാമത്തെ ലിസ്റ്റ് ചെയ്യാൻ പോകണമെന്നുണ്ട്. 3-ാമത്തെ മക്കളില്ല അല്ല നോക്കുകയാണെങ്കിൽ. അതെ, മൂന്നാമത്തെ ഒരു ആളില്ല, 2 ഒരു മകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുള്ളി അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ലോജിക്. പക്ഷേ എൻ്റെ ഒരു ഷെയർ ഹോൾഡർ മക്കൾ തന്നെയാണല്ലോ, കമ്പനി റൺ ചെയ്യാനായിട്ട് പെയ്ഡ് സിസ്റ്റം. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് മെസ്സേജാണ് പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നോട്, ശ്രീജിത്ത്, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഷെയർ ലിക്വിഡേറ്റ് ചെയ്യുക, ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മുടെ അടുത്ത ജനറേഷൻ റെസ്പോൺസിബിൾ ആകുന്നു, അടുത്ത ജനറേഷൻ അക്കൗണ്ടബിൾ ആകുന്നു, അടുത്ത ജനറേഷൻ വന്നിട്ട് റിപ്പോർട്ടിംഗ് ആകുന്നു. ആർക്ക്? ജനറൽ പബ്ലിക്കിനോട്, സെബിനോട്, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, GST എല്ലാം. കാരണം ഇറ്റ് ഈസ് എ ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എത്ര ലിസ്റ്റഡ് കമ്പനി ക്ലോസ് ഡൗൺ ആയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഒരു ലിസ്റ്റഡ് കമ്പനി ഗവർണൻസ് കൊണ്ട് തന്നെ അതിങ്ങനെ കണ്ടിന്യൂ. കാരണം അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LNT, ITC ഇതൊക്കെ എങ്ങനെ നമുക്കറിയോ ഏത് ഫാമിലിയുടെ ആണെന്നുള്ളത് അത് ലിസ്റ്റ് ചെയ്ത് അല്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നിട്ടും ആ കമ്പനി ഹൈലി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നില്ല. കാരണം ഫാമിലിയാണോ നടത്തുന്നത്. ഇപ്പോൾ HDFCയുടെ പ്രൊമോട്ടർ ആരാ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എംപ്ലോയി ഡ്രിവൺ കമ്പനി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കമ്പനി തുടങ്ങിയ ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ ദീപക് പെരേക്കിന് ആൾക്ക് HDFC എത്ര ഷെയർ ഉണ്ട്? ഇപ്പോൾ നമ്മൾ പറയും ബിസിനസ്സുകാരെ കാശുണ്ടാക്കുള്ളൂ, കാശുണ്ടാക്കണില്ല, പക്ഷേ സംബഡി ബിൽഡ് സംതിങ് ഹ്യൂജ് റൈറ്റ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സെൽഫ്ലെസ് സാധനമല്ലേ അവർ ചെയ്തേക്കുന്നത്. ഇത് തന്നെയാണ് ഈ ടാറ്റ. അപ്പം അതിൻ്റെ കൊണ്ടാണ് ഈ പ്രൈവറ്റ് ട്രസ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പ്രൈവറ്റ് ട്രസ്റ്റ് കൊണ്ട് ഗവർണൻസ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൽ ഫാമിലി മക്കൾ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിലും കൂടിയും സ്റ്റിൽ ദേ ഗെറ്റ് ദ ബെനിഫിറ്റ്. അവർക്ക് ഇപ്പോഴും അതിൻ്റെ ബെനിഫിറ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ നിഖിലിനോട് ജസ്റ്റ് ഒരു ഫണ്ണി ചോദിക്കണം. നിഖിലിന് കേരളത്തിൽ ഒരു 100 വർഷമുള്ള പഴക്കമുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എത്ര കമ്പനി ഓർമ്മയുണ്ട്? 100 years, more than 100 years. 100 വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കുറവല്ലേ ഉള്ളൂ, ഇല്ലാന്ന് തന്നെ പറയാം. ചിറ്റലപ്പള്ളി സാറിനോട് ചോദിച്ചു. അല്ല, ചിറ്റലപ്പള്ളി സാറില്ലല്ലോ, 40 വർഷം. അതേ 1977 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ 100 വർഷം, 50 വർഷം. അല്ല, ഇപ്പം നമ്മൾ നോക്കണമെങ്കിൽ മുത്തൂറ്റൊക്കെ ഉണ്ടാവും, മണപ്പുറം ഇല്ല. മണപ്പുറം ഉണ്ടെന്ന് ഉണ്ടാവും. കാരണം വെച്ചാൽ അച്ഛനാണല്ലോ, മണപ്പുറത്തിൻ്റെ നന്ദകുമാർ സാറിൻ്റെ അച്ഛനാണല്ലോ തുടങ്ങിയിരിക്കുന്നത്.
അപ്പോൾ മണപ്പുറം വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മണപ്പുറമായത് നന്ദകുമാർ സാർ തുടങ്ങിയത്. അതെ ഒരാൾ പേര് തുടങ്ങി പേരുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് തുടങ്ങിയത്. അന്ന് അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് ശരിക്കും 50 വർഷം പഴക്കമുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ എടുത്തു പറയാനുള്ള കമ്പനികൾ മണപ്പുറം ഉണ്ടാവും, മണപ്പുറം പേരുണ്ടുണ്ടാവും, മുത്തൂറ്റുണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാലേ ഇപ്പോൾ കുറേ മുസ്ലിം ഫാമിലികളൊക്കെ ഉണ്ടാവും, അവരൊക്കെ വേറെ രീതിയിലായിരിക്കും ചെയ്തേക്കുന്നത്. ഇപ്പോൾ നോക്കണമെങ്കിൽ ഇപ്പം കിറ്റക്സ് ആണെങ്കിൽ അവരുടെ പണ്ടത്തെ ഫാമിലിയൊക്കെ അത് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ലെവലിലായിട്ട് ഇപ്പോൾ ഒരു സ്കെയിലപ്പ് ലെവലിലായത് ചിലപ്പോൾ കമ്പനി ലെവലിൽ ഇപ്പോൾ ഇവൻ ഇപ്പോൾ ഈസ്റ്റേൺ ആണെങ്കിലും പുള്ളിയുടെ ഉപ്പയല്ലേ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ കുറേ ജ്വല്ലേഴ്സൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ലക്ഷ്മി ജ്വല്ലറി, അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ അച്ഛനായിട്ട് ഉണ്ട് ഈ പറഞ്ഞ സാധനം ചെയ്ത്. അന്നൊക്കെ കൊടുങ്ങല്ലൂർ ചെറിയതില്ല. ഞാൻ അങ്ങനത്തെ ഇഷ്ടംമാതിരി ഓരോ മുനിസിപ്പാലിറ്റിയിലുണ്ടാവും ഒരെണ്ണം. നമുക്ക് ഞാനിപ്പോൾ നോക്കിക്കണമെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുങ്ങല്ലൂർ നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുങ്ങല്ലൂർ 2 പറയും. ഇപ്പോൾ ക്രാഫ്റ്റ്, അത് അഷ്റഫ് ഡോക്ടർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുകളിലുള്ള അത് ഡോക്ടർ നൗഷീന മോളെ നോക്കണം. കൊടുങ്ങല്ലൂരത്തത് അഷ്റഫ് ഡോക്ടർ നോക്കണം. അപ്പോൾ കൊടുങ്ങല്ലൂരത്തെ 2 കമ്പനി പറഞ്ഞാൽ ഞാൻ ഒരു പേര് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ജ്വല്ലറിയും ഇവരുമാണ് ശരിക്കും ക്രാഫ്റ്റാണ് നന്നായിട്ട് ഒരു ബിസിനസ് സക്സസ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് ഐഡന്റിറ്റി ഫ്രം എ പ്ലേസ്. അപ്പോൾ ലക്ഷ്മി ജ്വല്ലറിയാണ് പണ്ടത്തത്, അതിന് 50 വർഷം മുടക്കണ്ടോ. ക്രാഫ്റ്റ് പക്ഷേ അഷ്റഫ് ഡോക്ടർ വയസ്സുണ്ടാകത്തുള്ളൂ. പക്ഷേ അതിനും 3 പെൺകുട്ടികളാണ്. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ അപ്പോൾ ഇവർ 3 പേരും ഭാഗ്യത്തിന് ഡോക്ടർമാരും അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ അവർ ദേ ആർ റണ്ണിങ് ഇറ്റ്. പക്ഷെ അതും ഇനി അത് എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കണം, ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ടോപ്പിക്ക് പിന്നീട് നമുക്ക് ടച്ച് ചെയ്യാം, ഈ മുസ്ലിംസ് വിത്ത് ഡോട്ടേഴ്സ്, മുസ്ലിം കപ്പിൾസ് വിത്ത് ഡോട്ടേഴ്സ്. അതൊരു വലിയൊരു മണപ്പുറത്തിൻ്റെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ, ഇപ്പോൾ നന്ദകുമാർ സാറിൻ്റെ സെക്കൻഡ് ജനറേഷൻ ഉണ്ടെങ്കിലും അവർ ഇപ്പോൾ വീഗാർഡ് പോലെ ഇൻവോൾവ് അല്ല നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഇപ്പോൾ അതിൽ ഇനി ഇപ്പോൾ ലിസ്റ്റഡ് ആയതിൻ്റെ പേരിൽ ആ കമ്പനി ഇനി ഭയങ്കര ശക്തമായിട്ട് നന്നായിട്ട് പോകും, വേറെ ഇൻവെസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ. അല്ല, സക്സഷന് ലിസ്റ്റിംഗ് വളരെ റെലവൻറ്റ്. നമ്മൾ ആ വിഷയം സംസാരിച്ചത് എനിക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറെ പോഡ്കാസ്റ്റ് ചെയ്യണം. ശരിക്കും നമ്മളിപ്പോൾ സബ്ജക്റ്റ് ഇങ്ങനെ കുറേ മാറിപ്പോ. ഇപ്പം നമ്മൾ കൂടുതൽ ബിസിനസ് മാൻ എന്നുള്ള ആംഗിളിലാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ആര് ബില്ലെഴുതണം, ആര് ട്രസ്റ്റ് എഴുതണം എന്നുള്ളത് ശ്രീജിത്തിന് പറയാമോ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ബില്ല് എഴുതേണ്ടത് ഒരാൾ എന്ന് പറയുന്നത് ഒരു മേജർ, അതായത് 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും ബില്ല് എഴുതാം. ബില്ല് എഴുതണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. നെറ്റ്വർത്ത് അന്ന് നിങ്ങൾ മൊത്തം ഹയാത്തിൽ ഇവൻ്റെ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചാൽ ആദ്യം നെറ്റ്വർത്ത് പോസിറ്റീവ് ആയിരിക്കണം. അത് ഒന്നും കൊടുക്കാനില്ലാണ്ട് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. ലയബിലിറ്റി വെറുതെ നമ്മൾ പാസ് ഓൺ ചെയ്യരുത്. അപ്പം നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും, എവറി പേഴ്സൺ മസ്റ്റ് റൈറ്റ് എ വിൽ, മാൻഡേറ്ററി. ഇന്ത്യയിൽ എല്ലാവരും ബില്ല് എഴുതണം, ബില്ല് രജിസ്റ്ററും ചെയ്യണം. കാര്യം ബില്ല് എഴുതുന്നതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ആർക്ക് എത്ര എങ്ങനെ കിട്ടും എന്നത് പറയാം. അതാണ് അതിൻ്റെ ക്ലാരിറ്റി. അത് എഴുതുന്ന പ്രോസസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഫാമിലിനെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് തന്നെ ബില്ല് എഴുതണം. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം വെച്ചാൽ എങ്ങനെയെങ്കിലും അടുത്ത ജനറേഷനിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇല്ല, അപ്പം ഞങ്ങൾ ഇങ്ങനെയും പറയും, ഒന്നും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൈറ്റ് പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതി വെക്കാനായിട്ട്. അപ്പോൾ അതും ശരിക്കും ചില ടൈമിൽ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് മെത്തേഡ്. ഇവൻ ഞാൻ വീഡിയോയിലടക്കം പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതെങ്കിലും ചെയ്യാൻ. കാരണം ഞങ്ങൾ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിസ്ക്ലോഷർ ആയിട്ട് നമ്മൾ പറയും ഓൾവേസ് കൺസൾട്ട് ആൻ എക്സ്പേർട്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കണേക്കാളും ഭേദം അറ്റ്ലീസ്റ്റ് നല്ലൊരു ഫാമിലിനെ അറ്റ്ലീസ്റ്റ് ആ ഇതൊക്കെയാണ് തൊത്തുന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബില്ല് എഴുതുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ടായ ഒരാളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണം. നമുക്കും എഴുതാം, ഞങ്ങൾ എഴുതാറില്ല, നമുക്ക് എഴുതാമെങ്കിൽ ആർക്കും എഴുതാം. ബില്ല് എഴുതാൻ പ്രത്യേകിച്ച് ഫോർമാറ്റ് ഇല്ല. പക്ഷെ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബില്ല് ഈസ് എ ഡോക്യുമെൻ്റ് വന്നിട്ട് നാളെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ് ബില്ല്. ആർക്കും, കാരണം ബില്ല് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ലീഗൽ ആകുന്നത് ഒരാളുടെ മരണശേഷമാണ്. അതായത് അതിനു മുമ്പ് ഒരു ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എഴുതാം. എപ്പോഴും ചോദിക്കുന്നത് ഇതാണോ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബില്ല്, ഇതാണോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബില്ല്,
ഇദ്ദേഹം തന്നെയാണോ വില്ലിൽ ഒപ്പിട്ടിരിക്കുന്നത്, ഇദ്ദേഹം ഒപ്പിടുന്നത് വേറെ എത്ര പേര് സാക്ഷികൾ രണ്ടുപേര് കണ്ടിട്ടുണ്ട്, ഈ സാക്ഷികൾ ആരെങ്കിലും. കാരണം വില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വില്ലിന് ഒന്ന് നമ്മുടെ സക്സഷൻ ആക്ട് പ്രകാരമാണ് ഗവർണൻസ് വരുന്നത്, എവിഡൻസ് ആക്ട് പ്രകാരമാണ് എവിഡൻസ് വരുന്നത്. എവിഡൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എക്സിക്യൂഷൻ ടൈമിൽ ആ ഒരു റിക്വയർമെൻറ്റ് വിറ്റ്നസ് വേണം. കാരണം വില്ലിൻ്റെ ഡോക്യുമെൻ്റ് വില്ലാകുന്നത് അവിടെ വിറ്റ്നസ്സും കൂടി വരുമ്പോൾ വിറ്റ്നസ് വെരി ക്രിട്ടിക്കൽ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞാൽ നോട്ട് നെസസറി ടു ബി എ 2 വിറ്റ്നസ്, 2-ൽ കൂടുതൽ 3-4 വിറ്റ്നസ് ചെയ്ത് കുഴപ്പമില്ല. കാരണം 2 പേരിൽ ആരെങ്കിലും 2 പേര് തട്ടിപ്പോയാലും ചിലപ്പോൾ വരാൻ കപ്പാസിറ്റി ഉണ്ടാവില്ല, അവർക്ക് വരാൻ സൗകര്യപ്പെടില്ല. ഏതെങ്കിലും ഒരു വിറ്റ്നസ് ചിലപ്പം അപ്പിയർ ആകണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-ൽ 1-നെക്കാട്ടും കുറച്ചും ബെറ്റർ ആണ് 4-ൽ 1 കൗണ്ട് കൂടും. കൗണ്ടിൽ വന്നിട്ട് ഏതൊക്കെ ഒരാളുണ്ടാവും. യങ്സ്റ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ, കുറേ കാലം ഉണ്ടാവല്ലോ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. കാരണം സിറ്റുവേഷൻ മാറും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മാറും. ഈ യങ്സ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, നമ്മൾ കല്യാണത്തിന് മുമ്പ് എഴുതുന്ന വില്ല് വാലിഡ് അല്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി എഴുതണം. മാരേജ്, കാരണം മാരേജിന് ശേഷം നമുക്ക് സ്പൗസ് വന്നല്ലോ, യു നീഡ് ടു റീറൈറ്റ് അഗൈൻ. 2-3 കഴിഞ്ഞാലോ എപ്പോഴാണോ കല്യാണം കഴിയുന്ന ഓരോ സമയത്ത് നമ്മൾ വില്ല് എഴുതണം. കാരണം നമ്മുടെ സ്പൗസ് സെക്കൻഡ് മാരേജിലാണെങ്കിലും വില്ല് എഴുതണം. ആഫ്റ്റർ സെക്കൻഡ് മാരേജ് യു റൈറ്റ് എ വിൽ. കാരണം എന്ന് പറഞ്ഞാൽ മാരേജ് നമ്മൾ വില്ല് എഴുതുന്നത് നമുക്ക് ഒരു ലീഗൽ ലേയേഴ്സ് ഉണ്ട്. അല്ല, നമുക്ക് ആസ് പെർ ഇൻഹെറിറ്റൻസ് ലോയിൽ പ്രകാരം കുറേ ലീഗൽ ലേയേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ വില്ല് എഴുതുമ്പം ക്ലിയർ ആയിട്ട് ഈ ലീഗൽ ലേയേഴ്സൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടി പോകണം. എനിക്ക് ഇങ്ങനത്തെ ലീഗൽ ലെയർ ഉണ്ട്, എനിക്കറിയാം ഇതെൻ്റെ ലീഗൽ ലെയർ ആണ്, എന്തുകൊണ്ട് ഞാനിത് കൊടുക്കുന്നു, എന്തുകൊണ്ട് ഞാനിത് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ കൂടുതൽ കൊടുക്കുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ വിത്ത് ലോജിക്കലി ഐ നീഡ് ടു ഗിവ് എ റീസൺ വൈ ഞാനിത് എഴുതുന്നു എങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വില്ല് എഴുതേണ്ടത്. വില്ല് എന്തായാലും രജിസ്റ്ററും ചെയ്യണം. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കേസ് വെച്ച് പറയാം. വില്ലിൻ്റെ ഒരു ഫോർമാറ്റിൻ്റെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ കേരള ഹൈക്കോർട്ടിൻ്റെ റീസെൻ്റ്ലി നമ്മുടെ പ്രോഗ്രാമിന് ശേഷമാണ് കേരള ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഇന്നലെ ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ട് പെറ്റീഷനിൽ വന്ന ഓർഡറാണ്. അപ്പം നോർമൽ ഇത് സംഭവിക്കുക, ചിലപ്പോൾ 2 മക്കൾ, ഒരാൾ US-ലായിരിക്കും, ഒരാളായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടാവാം. ഇദ്ദേഹം ഈ US-ലുള്ള മകൻ അറിയാതെ ഇവിടുത്തെ നാട്ടിലെ മകൻ അച്ഛൻ വില്ല് എഴുതി എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ പ്രോപ്പർട്ടി എല്ലാം ആളുടെ പേരിലേക്ക് മാറ്റും. ഇത് അച്ഛൻ്റെ വില്ലാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എഴുതിയ, കാരണം വില്ല് എപ്പോഴും എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ 1 മാസം പോലെ വില്ല് എഴുതിയിട്ടുണ്ടോ എല്ലാവരും, ഓക്കെ ഡേറ്റ് വെച്ചിട്ട്, ഓക്കെ വില്ല് എഴുതിയിട്ടുണ്ടോ, ഇത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇത് മൊത്തം ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റും. ഈ മകൻ US-ൽ വന്ന് നാട്ടിൽ നിന്ന് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം 3 മാസം അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് അച്ഛൻ എൻ്റെ പേരിൽ വില്ല് എഴുതിയിട്ടുണ്ട്, ഇത് മൊത്തം പോയി. ഓക്കെ, ചിലപ്പം മകനാവാം, മകളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോഴാണ് അവിടെ ഈ പറയുന്ന ആൾക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ. അന്നേരം കോടതി പോകും, അച്ഛൻ ഇങ്ങനെ വില്ല് എഴുതി, ഇത് നമ്മൾ കബളിക്ക് പെട്ടു, അങ്ങനെ വാട്ട് എവർ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരുപാട് കോടതികളിൽ കേസ് വരുന്നുണ്ട്. വൺ സൈഡഡ് വിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം പോകുന്നൊരു വില്ല്. 3 മക്കളുണ്ടാവും, 2 മക്കളുണ്ടാവും, ഒരാൾക്ക് മാത്രം പോകുമ്പോൾ മറ്റവർക്ക് അത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത സമയത്ത്, അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് കിട്ടാത്ത സമയത്ത് അവർ കോടതി പോയിട്ട് കേസ്. അങ്ങനത്തെ ഒരുപാട് പ്ലെൻറ്റി ഓഫ് കേസ് കേരളത്തിലുണ്ട്, ഇഷ്ടം പോലെ. കാരണം നമ്മുടെ NRI മക്കളൊക്കെ പുറത്താണല്ലോ. ഇവിടെ അച്ഛനും പ്രായമായി നിൽക്കുന്ന അച്ഛൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഫോർഗെറ്റ് അബൌട്ട് മക്കൾ. ചിലപ്പം അച്ഛൻ ചിലപ്പം വില്ല് എഴുതി വന്ന് അപ്പുറത്തെ വീട്ടിൽ ആളുടെ പേരിലായിരിക്കും, ഫ്രണ്ടിൻ്റെ പേരിലായിരിക്കും. വില്ല് ആരുടെ പേരിൽ എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന സമയത്താണ് കേരള ഹൈക്കോർട്ട് പറഞ്ഞത് പ്രോപ്പർട്ടി ട്രാൻസ്ഫറിന് നമുക്ക് മ്യൂട്ടേഷൻ, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് മ്യൂട്ടേഷൻ ചെയ്യണം. ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇനി വില്ലിൻ്റെ മുകളിൽ ഒരു മ്യൂട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, മാൻഡേറ്ററി ആണ്. ഒരു വില്ലും കൊണ്ട് ഒരാൾ വരുവാണെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ എല്ലാ ലീഗൽ കേസിനും നോട്ടീസ് അയക്കണം. 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇവർ നോ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യണം. ആർക്കെങ്കിലും ഇതെൻ്റെ അച്ഛൻ ഇങ്ങനെ വില്ല് റെസ്പോണ്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടിക്കലി ഐ ക്യാൻ കമ്പ്യൂട്ട് ദ മ്യൂട്ടേഷൻ. കാരണം എനിക്ക് നോട്ടീസ് കിട്ടിയതിന് ശേഷം 30 ദിവസം എനിക്ക് സമയമുണ്ട് ഈ വില്ല് എനിക്ക് ചലഞ്ച് ചെയ്യാം. ഒന്ന് എനിക്ക് എൻഷുർ ചെയ്യണം ഈ നോട്ടീസ് കിട്ടുമെന്ന്. ഓക്കെ, സബ് രജിസ്ട്രാറിന് അറിഞ്ഞിരിക്കണം ഇവരെല്ലാവരും ലീഗൽ ലെയർ ആണോ എന്നുള്ള, ലീഗലി പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഒബ്ജക്ഷൻ ഫയൽ ചെയ്താൽ മ്യൂട്ടേഷൻ അവിടെ സ്റ്റോപ്പായി, ചെയ്തു കൊടുക്കില്ല. അതുമാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 3 മാസത്തിനുള്ളിൽ ഇവിടെ കേരള ഹൈക്കോർട്ടിലോ ഡിസ്ട്രിക്ട് കോർട്ടിലോ സിവിൽ കോർട്ടിലോ നമ്മളിത് ഫയൽ ചെയ്യണം. ഇത് നമുക്കിതിന് അഗെയിൻസ്റ്റ് ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സിവിൽ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നാൽ മാത്രമേ മ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് പാടുള്ളൂ. ഇത് ഈ ഒരു ഓർഡറിൽ വളരെ ക്ലിയർ ആയിട്ട് കേരള ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട് ഇതിന് വേണ്ടി ഡയറക്ഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ വൺ വേ ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ്, മറ്റുള്ള ലീഗൽ ലെയർ ചതിക്കപ്പെടുന്നതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം.
അനദർ വേ വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് വന്നിട്ട് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കഞ്ഞൂടി കിട്ടും, അല്ല പരിപാടി നടക്കില്ല. ഞാൻ ചോദിക്കണം, ചിലപ്പോൾ ബില്ലിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അത് ലീഗൽ ഹയേഴ്സിന് പോയി കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ ചെയ്തു, അപ്പോൾ അയാൾക്ക് 2 മക്കളുണ്ട്, ആൾ പകുതി സ്വത്ത് അയൽവക്കക്കാർക്കാണ് കൊടുക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗൽ ഹയേഴ്സിന് പോകുമ്പോൾ പറയും പകുതി ഇയാൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മക്കളും ചലഞ്ച് ചെയ്യണം. അതെ. അപ്പോൾ ഇറ്റ് സ്റ്റോപ്പ് ദെയർ ഓർ സ്റ്റോപ്പ് ദെയർ. പക്ഷേ ആ മരിച്ച ആളുടെ ആഗ്രഹം പകുതി സ്വത്ത് അങ്ങോട്ട് പോകണമെന്നായിരുന്നില്ലേ? ആകെ ചാലഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടെക്നിക്കലി ചാലഞ്ച് ചെയ്യുന്നത് ഈ അച്ഛൻ വില്ല് എഴുതിയിട്ടില്ലെന്നാണ്. ഇവർ ചാലഞ്ച് ചെയ്യുന്നത് വില്ലാണ്. വില്ലിൻ്റെ കണ്ടന്റ് ആർക്കും ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ ആഗ്രഹത്തിന് ഇൻറ്റൻഷൻ ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അല്ല, അപ്പോൾ ഈ എഴുതിയതല്ലാന്ന് അതെങ്ങനെ പ്രൂവ് ചെയ്യും? അച്ഛനെ ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് ആൾക്കാർ പറഞ്ഞത് അച്ഛനല്ല ഈ വില്ല് എഴുതിയത്, അച്ഛനല്ല ഈ ഒപ്പിട്ടത്, ഇത് അച്ഛനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണ്. അച്ഛൻ ഇത് എഴുതും അച്ഛന് സ്വബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇയാൾ വളരെ ഇൻറ്റൻഷനലി ആണ് ആഗ്രഹിച്ചാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞ് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മറ്റേ ശരിക്കും കിട്ടിയ അയാളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും? മറ്റേ നമ്മൾ വിറ്റ്നസിനെ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യും. വിറ്റ്നസ് വെച്ചിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് അന്നത്തെ ദിവസം ബോധമുണ്ടെന്ന് ഒരാൾ പറയണത്, നിങ്ങൾക്ക് ബോധമില്ല എന്ന് പറയാൻ മറ്റേ ആൾ ബോധമുണ്ട്. എൻ്റെ അടുത്തൊരു ചോദ്യം വെച്ചാൽ, ഈ ആൾക്ക് അറിയില്ല ഇയാളുടെ പേരിൽ ഉണ്ടെന്നുള്ളത്, ഇയാളുടെ പേരിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതെങ്ങനെ? എല്ലാ ബില്ലിനും ഒരു എക്സിക്യൂട്ടർ ഉണ്ടാവും. പേഴ്സൺ കോൾഡ് എക്സിക്യൂട്ടർ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബില്ലിൽ നമ്മൾ പലപ്പോഴും എക്സിക്യൂട്ടർ ഇല്ലാത്ത ഒരുപാട് ബില്ലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് വല്ല ആധാരം എഴുതുന്ന ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടാവും മലയാളത്തിൽ. ഇപ്പോൾ എന്നോട് ഒരു ക്ലയൻറ്റ് റീസെൻ്റ്ലി ഒരു ജർമ്മനിയിൽ നിന്ന് ഒരു ക്ലയൻറ്റ് വന്നിട്ട്, ശ്രീജിത്ത്, ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഒരു വില്ല് എഴുതിയിട്ടുണ്ട്, എൻ്റെ വൈഫിനും എൻ്റെ മക്കൾക്കും മലയാളം വായിക്കാൻ അറിയില്ല. വില്ലുള്ളത് അവരുടെ എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് വില്ല് മലയാളത്തിലാണ് എഴുതേണ്ടതെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഈ വില്ല് നമ്മുടെ നാട്ടിൽ എഴുതുന്നത്, നമ്മുടെ ആധാരങ്ങളൊക്കെ മലയാളത്തിലാണല്ലോ. അപ്പോൾ അതുപോലെ വില്ലും മലയാളത്തിലാണ് എഴുതേണ്ടത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഇത് മലയാളത്തിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒരു എക്സിക്യൂട്ടർ ഉണ്ടാവും. ആ എക്സിക്യൂട്ടറാണ് ഇതിൻ്റെ മൊത്തം എക്സിക്യൂഷൻ ചെയ്തത്. അതാണ് നമ്മൾ രാജമാണിക്യ സിനിമത്തിൽ മറ്റേ മണിപ്പിള്ള രാജനെ കാണുന്നില്ലേ, അദ്ദേഹമാണ് മറ്റേ ഈ വക്കീലായിട്ട് വരുന്നത്. ഇത് മൊത്തം ഇയാളുടെ പേരിലാണ് എഴുതി കൊടുത്തത്. അതുപോലെ ഒരു എക്സിക്യൂട്ടർ ഉണ്ടാവും. എക്സിക്യൂട്ടർ ഇല്ലെങ്കിൽ കോടതി ഒരു അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. ആ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻറ്റ് ചെയ്യാൻ ലീഗൽ എയറാണ് പോകേണ്ടത്. ഓക്കെ, സോ ഒരാളുടെ ഇൻറ്റൻഷനെ നമുക്ക് ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇയാൾ ആക്ച്വലി നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ വില്ല് എഴുതിയത് ഇദ്ദേഹമാണെന്നുള്ളത് ബോധത്തോടെയാണെന്നുള്ളത്. അത് എഴുതുമ്പോൾ അയാൾക്ക് മക്കളെ കുറിച്ചും ബോധമുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വില്ലിൽ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നടക്കും. അത് ആർക്കും ചലഞ്ച് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഏത് വില്ല് എഴുതുന്ന ആളും ശ്രദ്ധിക്കേണ്ടത് കാര്യം. ഓക്കെ, അപ്പം അവിടെ ചലഞ്ച് ചെയ്യുന്നത് പലപ്പോഴും ചിലപ്പം ചില വില്ലുകൾ ആൾക്കാർ ചലഞ്ച് ചെയ്യുന്നത് ഇദ്ദേഹം അല്ല എഴുതുന്നതിൻ്റെ വൺ ഓഫ് ദ പാരാമീറ്റർ പറയുന്നത് മക്കളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതായത് വില്ല് എഴുതുമ്പോൾ കൃത്യമായിട്ട് മൊത്തം അടുത്ത വീട്ടിലെ ആളുടെ പേര് മാത്രം എഴുതി വെച്ച് കഴിയുമ്പം എനിക്ക് എത്ര മക്കളുണ്ടെന്നും മക്കൾക്ക് ആരൊക്കെ ഉണ്ടെന്നും അതാണല്ലോ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ലീഗൽ ഹയേഴ്സിനെയും മെൻഷൻ ചെയ്യാൻ വേണം. 0 കൊടുക്കണമെങ്കിൽ 0 എന്ന് പറയും. അതിനും കാരണം പറയണം, എന്തുകൊണ്ട് ഞാൻ ഇത് കൊടുക്കുന്നു. അപ്പം അതാണ് ബോധം എന്ന് പറയുന്നത്. സ്വബോധം എന്ന് പറയുന്നത് പുള്ളിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, പുള്ളി എന്താ ചെയ്യുന്നത്, അതാണ് ബോധം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് ഇമ്പോർട്ടൻ്റ് വന്നിട്ട് ഞാൻ എഴുതുമ്പം നമ്മളൊരു കാരണം പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്നു അല്ലേ, അത് ബോധമുള്ള ആൾക്കേ പറയാൻ പറ്റത്തുള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്നു. ചുമ്മാ ഒരു ഫോർമാറ്റിൽ അടിയിൽ ഒപ്പിടുന്നതല്ല ബോധം. അതെ, കഴിയുന്നതും ഇവൺ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ എഴുതിയാൽ അതും നല്ലതല്ല. ഇപ്പോൾ ഇതിൽ ചില ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻ വെച്ചാൽ പല കേസാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഇയാൾക്കിത് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഹി ഹാസ് ടു മെൻഷൻ ദാറ്റ് ഇതും ലീഗൽ ഹയർ ആണ് ഇപ്പോൾ, പക്ഷേ എനിക്കിത് താല്പര്യമില്ല, സോ ആൻഡ് സോ റീസൺസ് എഴുതാം. എന്നിട്ട് ഇയാൾക്ക് ഞാൻ 75% കൊടുക്കുന്നു, ബിക്കോസ് ഇയാളാണ് എൻ്റെ ബിസിനസ്, പല എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഇത് അങ്ങനെ കൊടുക്കുന്നു, അങ്ങനെ പറയാം. ഇനി അടുത്ത കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരാൾ അതിൻ്റെ ട്രസ്റ്റിനാണോ വേണ്ടതെന്ന് അറിയാൻ. ഇപ്പോൾ ഒരാൾക്ക് ഇയാൾ 75% കൊടുക്കുന്നു, പക്ഷേ ഇയാൾ വെച്ചേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ഇൻകം എൻ്റെ ഇന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കണം എന്ന് ബില്ലിൽ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അത് ആണെങ്കിൽ അത് കണ്ടീഷനിലായി പോയി അദ്ദേഹത്തിന്. കാരണം നമുക്ക് ഒരാൾക്ക് ഓണർഷിപ്പാണ് കൊടുക്കുന്നത്, കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് മാൻഡേറ്ററി, കാരണം അബ്സല്യൂട്ട് ഓണർഷിപ്പാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
ഓക്കെ, ബെനിഫിറ്റും അടക്കമാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ ഈ സ്വത്ത് ഞാൻ എൻ്റെ ബിസിനസ് ഞാൻ ഇയാൾക്ക് കൊടുത്തു, എന്നിട്ട് അതിൽ നിന്ന് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇതിൻ്റെ ഒരു കാര്യം പറയാം. നമുക്ക് ഫോർ എക്സാമ്പിൾ സ്പെഷ്യൽ നീഡ് ചൈൽഡിൻ്റെ ഒരു കുട്ടി, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും അത് അതിനെപ്പറ്റി പറയാം. ഓക്കെ, ഞാൻ പറയാം സ്പെഷ്യൽ നീഡ് ചൈൽഡിൻ്റെ ഒരു കുട്ടി, നമുക്ക് ഒരു ബ്രദറുണ്ട്, ഈ കുട്ടിക്ക് ഒരു ബ്രദറുണ്ട്. ഞാൻ ഇവനോട് പറയാണ് വന്നിട്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ഓണർഷിപ്പ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, കാരണം ആൾക്ക് സൗണ്ട് മൈൻഡോ കാര്യങ്ങളൊന്നും ഒരു കോൺട്രാക്ച്വൽ കപ്പാസിറ്റി സൗണ്ട് മൈൻഡ് പ്രോപ്പർട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ മൊത്തം ഒരു 10 കോടിയുടെ ആസ്തി അല്ലെങ്കിൽ ഒരു 2 കോടിയുടെ FD കുറച്ച് മ്യൂച്വൽ ഫണ്ട് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂത്ത മകനെ ഏൽപ്പിക്കുന്നത്. മൂത്ത മകനോട് പറയാണ്, ഇതെല്ലാം ഞാൻ നിൻ്റെ പേരിൽ തന്നിട്ടുണ്ട്, എല്ലാ മാസവും ഇവനൊരു 1 ലക്ഷം രൂപ ഇവന് കൊടുക്കണം, ഇവന്റെ ട്രീറ്റ്മെന്റ് ടേക്ക് കെയർ ഓഫ് ഹിം എന്ന് കൃത്യമായിട്ട് പറയും ചെയ്യാമല്ലോ. ഞാൻ പറയാം ഇതെല്ലാം ഞാൻ തന്നിട്ടുണ്ട് നീ. അപ്പോൾ ഇതിനൊരു ലീഗൽ ബൈൻഡിങ് ഇല്ല, ഒരു ലോ ഇല്ല, ഇതിനൊരു ഗവർണൻസ് ഇല്ല. അതായത് അദ്ദേഹത്തിനെ ബൈൻഡ് ചെയ്യാൻ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ചേട്ടന് കൊടുത്തു, ഇദ്ദേഹം മരിച്ചു, ഈ എഴുതിയ അച്ഛൻ മരിച്ചു, പ്രോപ്പർട്ടി എല്ലാം 10-15 കോടിയുടെ ആസ്തി മറ്റേ ബ്രദറിന് കിട്ടി. ഓക്കെ, നോക്കിയില്ല, ആർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിന് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതാണ് ആരും ചലഞ്ച് ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഈ കുട്ടിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടിയല്ല, നമുക്ക് നെയ്ബറിനും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. നീ എന്താ നോക്കാം, നമ്മൾ പറയാം അടുത്ത വീട്ടിൽ എത്ര അയാൾ എത്ര നല്ല പൈസ ഉണ്ടാക്കിയാളെ മാറ്റം അവനോട് നോക്കാൻ ഇഷ്ടം പോലെ ഫാമിലി നമ്മൾ പറയും അല്ലേ. ലോ അല്ല, ഇപ്പോഴത്തെ കേസിൽ നമ്മുടെ കേരളത്തിലെ കൂട്ടായിരിക്കും. കാരണം ചിലപ്പോൾ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഫോറിനിലായിരിക്കും, എവിടെയെങ്കിലും താമസിക്കണം, ചിലപ്പോൾ ഇവരെ നല്ലൊരു ആശ്രമത്തിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല, ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടാവില്ല, പ്രോപ്പർട്ടി ഉണ്ടാവും, ചെലവാക്കില്ല. അപ്പോൾ സോ ഹൗ ഡു വി കൈൻഡ് ഓഫ് മാനേജ്? ഇത് സ്പെഷ്യൽ നീഡ് ചൈൽഡ് പോലെ തന്നെയാണ് ചിലപ്പോൾ അമ്മയും ബെനിഫിഷ്യറി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മളൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കി, ഈവൻ ഈ കുട്ടിയുടെ പേരിൽ തന്നെ പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കാം. പ്രൈവറ്റ് ആണ് കേട്ടോ. പല ആൾക്കാരുടെ ട്രസ്റ്റ് എന്ന് പറയുമ്പം അമ്പലം, പള്ളി, അങ്ങനെ പല അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, വഖഫൊന്നുമല്ല, ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ്. നമ്മുടെ ഫാമിലി മാത്രം പ്രൈവറ്റ്ലി ഉള്ള ബെനിഫിഷ്യറി ട്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മകനെയും അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻസിനെയൊക്കെ നമുക്ക് ട്രസ്റ്റി ആയിട്ട് വെക്കാം. ട്രസ്റ്റി കൊടുക്കുന്ന ഒബ്ലിഗേഷൻ എന്താണ്? ഈ 10 കോടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, റെൻ്റ് ആയിക്കോട്ടെ, ഡിവിഡൻഡ് ആയിക്കോട്ടെ, ഇനി ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഇത് മുഴുവനും ഈ കുട്ടിയുടെ ഇത്ര എമൗണ്ട്, ഇതിൻ്റെ 50% ഒരു 4 ലക്ഷം കിട്ടുന്ന 2 ലക്ഷം രൂപ ഈ കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇന്നെന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം. ക്ലിയർ ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ഡീഡിൽ പറയാം, ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഈ തെറാപ്പി കൊടുക്കണം, ഈ സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഇതിനുള്ള ഒരു ഓഡിറ്റ് മെക്കാനിസം ഇത് ചെക്ക് ചെയ്യാനാണ് ഈ പ്രൊഫഷണൽ ആളുള്ളത്. ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തൊരു ട്രസ്റ്റിംഗ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഗവർണർ അതൊരു കുട്ടിക്ക് എല്ലാവർക്കും ഒരു മാനുവൽ ഉണ്ടാവും, ഒരു കമ്പനിയുടെ SOP ഉണ്ടാവില്ലേ, ഈ കമ്പനി എനിക്ക് ശേഷം ഈ കമ്പനി ഇങ്ങനെയാണെന്ന് SOP പോലെ തന്നെ ഈ കുട്ടിക്ക് ഒരു മാനുവൽ ഉണ്ട്. ഈ കുട്ടിക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഫുഡ് കഴിക്കുക, എന്ത് ഇഷ്ടപ്പെടില്ല, ഏതാണ് ഡ്രസ്സ്, അങ്ങനെ പലതും അത് അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. ആ മാനുവൽ തന്നെ ക്ലിയർ ആയിട്ട് അറ്റക്ഷൻ ചെയ്ത് വെച്ചിട്ട് പറയാം, ഇതാണ് ഈ കുട്ടിയുടെ മാനുവൽ, ഇത് ഇന്ന കാര്യം, ഇന്ന ചിലവുകളാണ്, ഈ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി ഇത്രയാണ്, ഇത് മുഴുവനും അവൻ്റെ ലൈഫ് ടൈമിൽ ഇന്ന ഇൻഫ്ലേഷൻ അടക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ഇന്നെന്ന് പറഞ്ഞ് 2026 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2035 കുട്ടി ചിലപ്പം 70 വയസ്സ് വരെ ജീവിക്കും. 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോഴും ചിലപ്പോൾ ഇവന് ഭക്ഷണം മാത്രം പോരാ, ഇവൻ ടേക്ക് കെയർ ചെയ്യാൻ സംബഡി ഹാസ് ടു ബി. അല്ല, ഇവൻ അമ്മയ്ക്കാണെങ്കിലും ചിലപ്പോൾ ഓൾഡ് ഏജിൽ നഴ്സിംഗ് സപ്പോർട്ട് ഒരു നേഴ്സിന് ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട് 30,000 രൂപ. അതെ, നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അഭിലാഷ്, പുള്ളി ഇതിൻ്റെ ഒരു പുള്ളിയുടെ മകന് ഇങ്ങനെ ഒരു സുഖമുള്ള കുട്ടിയാണ്, പുള്ളി തൃശ്ശൂർ. ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 hour ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും കാണണം, നല്ല വീഡിയോ ആണ് അത്. പുള്ളി വളരെ ഇമോഷണലി നല്ല വീഡിയോ ആയിരുന്നില്ലേ, അത് സൂപ്പർ വീഡിയോ ആയിരുന്നു അത്. അപ്പം ഞാൻ പറയുന്നത് ഇത് വളരെ മസ്റ്റായിട്ട് എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ്. സ്പെഷ്യൽ നീഡ് ചൈൽഡിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെ പ്രായമായ ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടേക്ക് കെയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രസ്റ്റാണ്. ഈവൻ മൈനറായ കുട്ടികളുണ്ട്, ഫാമിലി പ്രൈവറ്റ് ട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ, കാരണം ഇവൻ്റെ നിന്ന് ആരും ഈ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോയില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ്സ് ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഓണർഷിപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിൽ ഇസ് എ സൊല്യൂഷൻ.
ഇനി അതല്ല നിങ്ങൾക്ക് അതിൽ കണ്ടീഷൻ ഉണ്ട്, ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റീസ്. എസ്പെഷ്യലി ഞാൻ ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക്. അത് വളരെ മസ്റ്റ്. നമ്മളിപ്പം 100 പവൻ 150 പവനൊക്കെ നിങ്ങളന്ന് പറഞ്ഞൊരു വീഡിയോയിൽ 100-150 പവൻ കൊണ്ട് പെട്ടെന്ന് ആൾ പൈസക്കാരിയാവുന്നത് അല്ലേ? പെൺകുട്ടികളാണ് പെട്ടെന്ന് ബിക്കം എ റിച്ച് പേഴ്സൺ ആഫ്റ്റർ എ മാരേജ്. പക്ഷേ ഈ പറയുന്ന അസറ്റ് ഉണ്ടല്ലോ അവർക്ക് കിട്ടുന്ന അറ്റ് ദ ടൈം ഓഫ് മാരേജ് ദേ ആർ റിച്ച്. Not necessarily after the age of 40 they are still carry the same property അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ മാരേജ് ടൈമിൽ ഇൻഹെറിറ്റൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കൊരു പ്രൈവറ്റ് ട്രസ്റ്റിൽ വെക്കാം. ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ലൈഫ് ലോങ്, അതുപോലെ തന്നെ ഒരു പെൺകുട്ടീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം ടിൽ ദ ഏജ് ഓഫ് 45 or 40. കാരണം അവർക്ക് അന്നേരമാണ് ഒരു സെറ്റിൽഡ് മാരീഡും ഒരു കുട്ടികളും സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയും സെറ്റിൽഡ് ആയിരിക്കും. ആ സമയത്ത് വേണം നമ്മുടെ ഈ ട്രസ്റ്റിൽ നിന്നുള്ള പ്രോപ്പർട്ടി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ വില്ല് പ്രകാരം എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ട്രാൻസ്ഫർ ആയി. ട്രസ്റ്റ് ഈ ഓണർഷിപ്പ് ഡെഫർ ചെയ്തു. ഒരു 40-45 വയസ്സിൽ അവർക്കത് കിട്ടും. അപ്പോൾ അതുവരെ ഈ പ്രോപ്പർട്ടി ആരും ഇവരെ കയ്യിൽ നിന്ന് എടുക്കില്ല. ആ ഒരു ടൈമിൽ 10-20 വർഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടുകയും ചെയ്യും ഈ പെൺകുട്ടികൾക്ക്. ഞാൻ പറഞ്ഞ ലോജിക് മനസ്സിലാവും. അതും വലിയൊരു സൊല്യൂഷനാണ്. എസ്പെഷ്യലി പെൺകുട്ടികൾ, സ്പെഷ്യൽ നീഡ് ചൈൽഡ്, ഈവൻ പ്രായമായ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വന്നിട്ട് നമ്മളെ ചിലപ്പം മക്കളെ സ്വഭാവം മനസ്സിൽ നമുക്കറിയാലോ, അവനിത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രാക്ടിക്കലി തോന്നുന്നു. ഇപ്പം നമ്മൾ ഇത്രയും സംസാരിച്ച ഓരോന്നും വളരെ വൈഡ് ടോപ്പിക്കാണ്. ഓരോന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് വലിയ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ഈ വിഷയം കുറച്ചും കൂടിയും കേരളത്തിൽ അത്യാവശ്യം നിങ്ങളും അത്യാവശ്യം ഈ പറയുന്ന വീഡിയോസും പോഡ്കാസ്റ്റും ചെയ്യുന്ന ഒരാളാണ്, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയും നമ്മൾ രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഓരോ ഏരിയനും നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് കസ്റ്റമേഴ്സിന് നിന്ന്, നിങ്ങൾക്ക് ഒരുപാട് പേര് വരാറുണ്ട്. നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു Q&A പോലെ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും സക്സഷനെ കുറിച്ചിട്ടോ അല്ലെ വെൽത്തിനെ കുറിച്ചിട്ടോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസിലിടാം. എനിക്ക് തോന്നുന്നത് അതിനെ തന്നെ സംസാരിച്ച തന്നെ ഓരോ ടോപ്പിക് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. എന്നാലും എനിക്ക് നമ്മളിന്ന് സംസാരിച്ചു തന്നെ ശരിക്കും നമ്മൾ ഇന്നൊരു ജനറൽ ടോപ്പിക് അതിൻ്റെ പേരിൽ ബിസിനസ്സും ഇൻഡിവിജ്വലും പിന്നെ ഈവൻ വില്ലും ട്രസ്റ്റും പിന്നെ സ്പെഷ്യൽ നീഡ് ചൈൽഡിന് എങ്ങനെയാണ്, പിന്നെ ഇനി ഓരോ മതക്കാർക്ക് എങ്ങനെയാണെന്നുള്ളത്, ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഓരോരോ ടോപ്പിക്കാണ്. നമുക്ക് ഈ ട്രസ്റ്റിനെ കുറിച്ച് തന്നെ വന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം സംസാരിക്കാം. ഈവൻ വില്ലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, സൗണ്ട് വില്ല് അങ്ങനത്തെ കുറേ, അതും ലിവിങ് വില്ല്. അപ്പോൾ ഇനി അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനിക്ക് തോന്നുന്നു വിൽ എക്സ്ക്ലൂസീവ്ലി ഒരെണ്ണം സംസാരിക്കേണ്ടി വരും. അപ്പോൾ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്കൊരു ബില്ലിനെ അടുത്ത പോഡ്കാസ്റ്റ് നമുക്ക് ബില്ല് മാത്രമായിട്ട് സംസാരിക്കാം അല്ലേ? താങ്ക് യു. സന്തോഷം ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന്. താങ്ക് യു വെരി ഗുഡ്.